ആകാശവാണി ഒരു മാതൃകയാണോ മാതൃകയല്ലേ എന്നതൊന്നും നമ്മളുടെ മുമ്പിലെ വിഷയമല്ല. പക്ഷേ അതിൻ്റെ ഒരു സാന്നിധ്യം അതെല്ലാ സമയത്തും ഏറ്റവും മുൻപിൽ, ഏറ്റവും മുകളിൽ, ഏറ്റവും പ്രകാശമാനമായി എല്ലാ സ്ഥലത്തും നിലനിൽക്കുന്ന ഒന്നല്ല. പക്ഷേ അതൊരു അന്തർധാരയായി എല്ലാ സമയത്തും ഇന്ത്യയുടെ മനസാക്ഷിയെ, ഇന്ത്യയുടെ ബോധത്തെ, ഇന്ത്യയുടെ ചരിത്രത്തെ ഒക്കെ സ്വാധീനിച്ചുകൊണ്ട് നിലനിൽക്കുന്നുണ്ട്. നമുക്കതിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. ആകാശവാണി വാർത്തയുടെ ഭാഗമായി നമുക്ക് വ്യക്തമായി പറയാൻ പറ്റുന്നൊരു കാര്യം, ഇതൊരു പബ്ലിക് ബ്രോഡ്കാസ്റ്ററാണ്. ഈ ഒരു ശ്രവ്യ മേഖലയിൽ വാർത്ത കൊടുക്കാൻ അനുവദനീയമായ ഏക ഒരു മാധ്യമവും ആകാശവാണിയാണ്. അതുകൊണ്ട് തന്നെ അതിന് വ്യത്യസ്തമായ മത്സരങ്ങളില്ല. ഇവിടെ വ്യക്തമായൊരു ഓൾ ഇന്ത്യ റേഡിയോ കോഡ്, അതിനെ ആശ്രയിച്ച് മാത്രം വാർത്തകൾ ജനങ്ങളിൽ എത്തിക്കുന്ന ഒരു പബ്ലിക് സർവീസ് ബ്രോഡ്കാസ്റ്ററാണ്. അതുകൊണ്ട് തന്നെ വ്യക്തമായ വാർത്ത, അത് വാർത്ത മാത്രം, ഇൻഫോർമേഷൻ ദാറ്റ് ഈസ് ഓൺലി കൺഫേംഡ് ഇൻഫർമേഷൻസ് മാത്രം ജനങ്ങളിൽ എത്തിക്കുന്ന ഒരു മാധ്യമമാണ് ആകാശവാണി. അതുകൊണ്ട് തന്നെ അതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും സത്യമാണ് എന്ന് തന്നെയാണ് കേൾക്കുന്ന ഓരോ ശ്രോതാവും വിശ്വസിക്കുന്നത്. അതാണ് ഞങ്ങളുടെ പരമമായ ധർമ്മവും നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലിയും അത് തന്നെയാണ്. അതായത് ഓരോ ശ്രോതാവിനും കറക്റ്റായ ഇൻഫർമേഷൻ എത്തിക്കുക, ബ്രേക്കിംഗ് ന്യൂസിൽ പെടാതെ, അത് കൺഫേം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കൊടുക്കാതിരിക്കുക, ഏറ്റവും കറക്റ്റായ ഇൻഫർമേഷൻ മാത്രം എത്തിക്കുക. അതിപ്പോൾ ഞാനടങ്ങുന്ന എൻ്റെ ടീമിലുള്ള എല്ലാവരുടെയും ഉത്തരവാദിത്വം അത് തന്നെയാണ്. ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ധർമ്മവും അത് തന്നെയാണ്. അപ്പോൾ നമ്മൾ പ്രവർത്തിക്കുന്ന ആ ഒരു ചട്ടക്കൂടിൽ നിന്നാണ്. പക്ഷേ നമ്മൾ മാത്രമല്ലല്ലോ മാധ്യമം പലതാണ്. എല്ലാവരുടെയും ഓരോരുത്തരുടെയും റോൾ വളരെ വളരെ വലുതാണ് ഈ ജനാധിപത്യ രാജ്യത്തിൽ, ഈ മഹത്തായ രാജ്യത്ത്. അതുകൊണ്ട് തന്നെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്നൊരു കാര്യം, ഇന്ന് നമ്മൾ നേരിടുന്നത് നമ്മളൊരു പക്ഷേ വളർന്നു വന്ന കാലഘട്ടങ്ങളിലെ ഏറ്റവും വലിയ ചേഞ്ചിൻ്റെ സമയത്താണ്. ഒരു പത്രമാധ്യമത്തിൽ നിന്ന്, ദൃശ്യമാധ്യമത്തിൽ നിന്ന്, ഓഡിയോ മാധ്യമത്തിൽ നിന്ന് നമ്മളിപ്പോൾ നിൽക്കുന്ന വിരൽത്തുമ്പിൽ വിവരം കിട്ടുന്നൊരു ലോകത്താണ്. 5-10 വർഷത്തിനകം ഒരു എന്താ പറയുക, വിവരസാങ്കേതിക വിദ്യയുടെ ഒരു വളർച്ച എന്ന് പറഞ്ഞത് നമ്മളൊരിക്കലും ചിന്തിച്ചതിനും വളരെ ഫാസ്റ്റായിട്ടാണ്. ഇന്നിപ്പോൾ നമ്മുടെ ഇളം തലമുറയ്ക്ക് വളരെ വേഗത്തിലാണ് ഇൻഫർമേഷൻ കിട്ടുന്നത്. പക്ഷേ ആ ഇൻഫർമേഷൻ സത്യമാണോ സത്യമല്ലയോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ചലഞ്ച്. ഇപ്പോൾ ആർക്കും എവിടെ നിന്ന് വേണമെങ്കിലും ഇൻഫർമേഷൻ കിട്ടാം. എല്ലാം അത് നമ്മൾ ചോദിക്കാതെ തന്നെ നമ്മുടെ മുമ്പിൽ വരുന്ന ഒരു അവസ്ഥ തന്നെയുണ്ട്. അപ്പോൾ തീർച്ചയായും ചലഞ്ചസ് ഉണ്ട്, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതിനെപ്പറ്റി വളരെ വ്യക്തമായി സംസാരിക്കാൻ കഴിയുന്ന ആളുകളാണ് ഇവിടെ ഉള്ളത്. എന്നാലും ഒരു മാധ്യമ മേഖലയിൽ ഒരു ശ്രോതാവെന്ന രീതിയിലാണെങ്കിലും, ഒരു സാധാരണ സിറ്റിസൺ എന്ന രീതിയിലാണെങ്കിലും എനിക്ക് തോന്നിയിട്ടുള്ള നമ്മുടെ മുമ്പിലെ ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റീസ്, ഒപ്പം തന്നെ ഏറ്റവും വലിയ ചലഞ്ചുകളിലൊന്നാണ് ഫേക്ക് ന്യൂസ്, ഇൻഫർമേഷൻ്റെ ഓവർ ബംബാർഡ്മെൻറ്റ്. എന്താണ് സത്യം എന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയുണ്ടല്ലോ. പ്രത്യേകിച്ച് നമ്മുടെ പാൻഡമിക് കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ ഫേസ് ചെയ്ത ഒരു വലിയൊരു സത്യം. ഇപ്പോൾ ഗവൺമെൻറ് മേഖലയിൽ നിന്ന് വന്നിട്ട് ഫാക്ട് ചെക്കും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നാൽ പോലും നമുക്കതിൻ്റെ സോഴ്സ് പോലും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഇന്ന് ഈ ലോകത്ത് അത്രത്തോളം ഇൻഫർമേഷൻ ഉണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു ലോകമാണ്. തിങ്സ് ആർ ചേഞ്ചിങ്. സോഴ്സ് നമുക്കിപ്പോൾ ബ്ലോക്ക് ചെയിൻ വഴി കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ ചാറ്റ് GPT വഴി നോക്കാനോ, എന്നാലും അതിലൊക്കെ ഒരുപാട് പരിമിതികളുണ്ട്. എല്ലാത്തിനും പരിമിതികളുണ്ട്. കാര്യം അത്രമാത്രം ഇൻഫർമേഷൻസ് ഉണ്ട്. അതൊരു പ്രോബ്ലം. രണ്ടാമതൊരു പ്രോബ്ലം, ഒപ്പീനിയേറ്റഡ് മീഡിയ ആണ് കൂടുതലും. അവരുടെ അഭിപ്രായങ്ങൾ അവർ ഒരുപാട് വളരെ വ്യക്തമായി ആക്കുന്നുണ്ട്. അത് എല്ലാ കാലഘട്ടങ്ങളിലും ഉണ്ടായിരുന്നു. നമ്മുടെ സ്വാതന്ത്ര്യ സമര കാലഘട്ടങ്ങളിലും എല്ലാം വോയിസ് ഓഫ് ദ വോയിസ്ലെസ് ആയിട്ട് വന്നിട്ടുള്ള, വോയിസ് ഇല്ലാത്ത ആളുകളുടെ എന്നും വോയിസ് ആയിരുന്നല്ലോ മാധ്യമം. അപ്പോൾ തീർച്ചയായിട്ടും അഭിപ്രായങ്ങളുണ്ടാവും. പക്ഷേ ഇപ്പോൾ പലപ്പോഴും ആ അഭിപ്രായങ്ങളിൽ ജനങ്ങൾക്ക് ഒരു ഫ്രീ വില്ലുണ്ടോ എന്ന് പോലും ചിന്തിക്കുന്നുണ്ടോ എന്ന് പോലും ചിന്തിക്കാത്ത രീതിയിൽ എല്ലാവരും അവരവരുടെ അഭിപ്രായങ്ങൾ ഒരുപാട് പറയുന്നുണ്ട്. അഭിപ്രായങ്ങൾ ഒരുപാട് പറയുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ ഏതായിരിക്കും അഭിപ്രായങ്ങൾ, അത് എത്രത്തോളം സോഷ്യൽ ഓർഡറിനെ ബാധിക്കും എന്നൊക്കെ ഉള്ളതിൻ്റെ പുറത്തൊരു കൺട്രോളൊന്നും നമുക്കിപ്പോൾ ഇല്ല. ദർ ആർ ലോട്ട് ഓഫ് ഒപ്പീനിയൻസ്. പിന്നെ ഒരു പ്രശ്നം പ്രസക്തിയുടെയാണ്. TRP റേറ്റിൻ്റെയും മത്സരത്തിൻ്റെയും എല്ലാത്തിൻ്റെയും ഒരു കാലഘട്ടമാണ്. ഇതൊരിക്കലും ഒരു കുറ്റം പറയാൻ പറ്റുന്ന കാര്യമല്ല. കാരണം ഇതൊരു ബിസിനസ് ലോകമാണ്. മത്സരമുണ്ട്, എല്ലാ മേഖലകളിലും മത്സരമുണ്ട്, ജെനുവനാണ്. സോഷ്യൽ മീഡിയയിലുള്ള ഇൻഫ്ലുവൻസേഴ്സ് അടക്കം മാധ്യമങ്ങളും ഇൻഫർമേഷനുമായിട്ട് നമ്മുടെ മുമ്പിൽ വരുമ്പോൾ റെലവൻറ്റ് കണ്ടൻറ്റ് കൊടുക്കേണ്ട ആവശ്യം അവർക്കുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി അവിടെ ഒരു മത്സരം ഉണ്ടാവും. പക്ഷേ നമുക്ക് ശരിയെന്ന് തോന്നുന്ന, നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള നമുക്കുണ്ടാവേണ്ട ഒരു ഫ്രീ വിൽ കൺസെപ്റ്റ് ഉണ്ടല്ലോ, അത് നമുക്കുണ്ടാക്കിയെടുക്കാൻ സാധിച്ചാൽ മാത്രമേ ഈ രാജ്യത്ത് ശരിക്കുള്ള ജനാധിപത്യം ഉണ്ടാവുകയുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റുന്ന ഒരു സമൂഹത്തെ എംപവർ ചെയ്യുക എന്നുള്ളതാണ് ഒരു മാധ്യമത്തിൻ്റെ പരമമായ ധർമ്മം. അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നിടത്താണ് എല്ലാ മാധ്യമങ്ങൾക്കും പ്രസക്തി ഉണ്ടാവുകയും ചെയ്യുന്നത്. ഈ ചലഞ്ചസിൻ്റെ എല്ലാ അടിസ്ഥാനത്തിൽ ഫ്യൂച്ചറിൽ എന്ത് തന്നെയാണെങ്കിലും, എന്തെല്ലാം ചേഞ്ചസ് ഉണ്ടായാലും എനിക്ക് തോന്നുന്നു പരമമായത് സത്യം തന്നെയാണ്. ട്രൂത്ത്, അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് വളരെ ഒബ്ജക്റ്റീവായി ഇൻഫർമേഷൻ ജനങ്ങളിൽ എത്തിച്ചുകൊണ്ട്, ജനങ്ങൾക്ക് സ്വന്തമായി ചിന്തിക്കാനുള്ള കഴിവുണ്ടെന്ന് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട്
അവരെ എംപവർ ചെയ്യുന്നിടത്ത് മാത്രമാണ് ഒരു മാധ്യമത്തിന് പ്രസക്തിയുള്ളത്. ഇപ്പോൾ ആകാശവാണിയുടെ പ്രസക്തി പോലും ആകാശവാണി പോലും ചിന്തിക്കേണ്ട ഒരു എല്ലാ മാധ്യമങ്ങൾക്കും ഉണ്ട് പ്രസക്തിയുടെ പ്രശ്നം. എല്ലാവരും ആ പ്രസക്തിയുടെ പ്രശ്നത്തിൽ തന്നെയാണ്. ഇപ്പോൾ ആകാശവാണിയെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു പബ്ലിക് ബ്രോഡ്കാസ്റ്ററാണ്. നമുക്കിപ്പോൾ വാർത്തയുടെ മേഖലയിൽ കോമ്പറ്റീഷൻ ഇല്ല. നമുക്ക് പറയാം വി എക്സിസ്റ്റ്. പക്ഷേ വി എക്സിസ്റ്റ് അല്ലല്ലോ, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ധർമ്മമുണ്ട്. അത് എൻ്റർടൈൻ, ഇൻഫോം ആൻഡ് എംപവർ ആണ്. ഈ എംപവർ ചെയ്യേണ്ടത് ആരെയാണ്? യൂത്തിനെയാണ്. ഈ യൂത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ 2K കിഡ്സ് എന്ന് പറയുന്ന ആളുകൾക്ക് ഇപ്പോൾ ഓൾറെഡി 25 വയസ്സായി. ഈ 25 വയസ്സുള്ള ആളുകളാണ് നാളത്തെ രാജ്യം ഭരിക്കുന്നത് അല്ലെങ്കിൽ രാജ്യം നിശ്ചയിക്കുന്നത്. അവരിലോട്ട് നമുക്ക് എത്താൻ പറ്റിയേ പറ്റൂ. തീർച്ചയായിട്ടും നമുക്ക് 60 വയസ്സുള്ള 70 വയസ്സുള്ള പിന്നെ 50 വയസ്സുള്ള 40 വയസ്സുള്ള ശ്രോതാക്കളെ നമ്മളെ സ്നേഹിക്കുന്ന ഒത്തിരി പേരുണ്ട്. സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന എംപവറിങ് ഓഫ് ദ കൺട്രി എന്നുള്ള ജോലി നമുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എത്താൻ പറ്റിയേ പറ്റുള്ളൂ ഈ പറയുന്ന കിഡ്സിലും. അപ്പോഴേ ശരിക്കുള്ള ധർമ്മം കാമിക്കാൻ പറ്റൂ. അപ്പോൾ കാലത്തിനനുസരിച്ച് മാറണം. ഒപ്പം തന്നെ നമ്മുടെ അന്തസ്സത്ത് അത് മുറുകെ പിടിക്കണം. വി ഹാവ് ടു കീപ്പ് അവർ വാല്യൂസ് ഇൻ ടൈറ്റ്. പക്ഷേ ചേഞ്ച് ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം ചേഞ്ച് അനിവാര്യമാണ്. അത് എല്ലാ കാലഘട്ടങ്ങളിലും ഉള്ളതാണ്. അതിനെ നമ്മൾ എംബ്രൈസ് ചെയ്യേണ്ടതുണ്ട്. നമ്മളെന്നല്ല, എല്ലാവരും ഏത് മേഖലയിലും. ഇപ്പോൾ കണ്ടൻറ് ക്രിയേറ്റേഴ്സ് അടക്കം മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും മാറുകയാണ്. അപ്പോൾ നമ്മൾ മാറുന്നതിനോടൊപ്പം തന്നെ സത്യസന്ധമായ ജേർണലിസം, ശരിക്കുള്ള ഇൻഫർമേഷൻസ്, നമ്മളെ കേൾക്കുന്നവരാണെങ്കിലും നമ്മളെ വായിക്കുന്നവരാണെങ്കിലും നമ്മളെ കാണുന്നവരാണെങ്കിലും അവരുടെ ബുദ്ധിയെ, അവരുടെ വാല്യൂവിനെ ബഹുമാനിച്ചുകൊണ്ടുള്ള മാധ്യമ പ്രവർത്തനമായിരിക്കും എനിക്ക് തോന്നുന്നു മാധ്യമ ലോകത്തിൻ്റെ തന്നെ ഭാവി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമുക്ക് വാർത്തകളിലേക്ക് കടക്കാം. ലോകത്ത് എല്ലാ കാലത്തും എപ്പോഴും വാർത്തകളുണ്ട്. നല്ല വാർത്തകളല്ല, നല്ല സംഭവങ്ങളല്ല, ഓരോ സംഭവവും വാർത്തയാണ്. ന്യൂയോർക്ക് ടൈംസ് പറയുന്നത് അച്ചടിക്കാൻ പറ്റിയ എന്തും വാർത്തയാണെന്ന്. ലോകത്തിലെ ഏറ്റവും നല്ല പത്രങ്ങളിലൊന്ന്. അതേപോലെ തന്നെ മറ്റ് പത്രങ്ങളും മാധ്യമങ്ങളും ഒക്കെ എടുത്ത് പറയുന്ന ഒരു കാര്യം അത് നമ്മുടെ സാങ്കേതിക വിദ്യയിലുള്ള പുരോഗതിയാണ്. ഈ പുരോഗതിക്കൊപ്പം തന്നെ നിഷേധാത്മകമാണ് വാർത്തകൾ എന്ന് എല്ലാ കാലത്തും പറഞ്ഞിരുന്നു. പണ്ട് നമ്മുടെ പല ആളുകളെ പറ്റിയും പറയും മഞ്ഞ പത്രമാണ്, അവരൊക്കെ നുണ പറഞ്ഞ് നടക്കുന്നവരാണെന്ന്. അതേ കാര്യം പത്രങ്ങളുടെ കാര്യത്തിലും പിന്നീട് വന്നു. പിന്നീട് ടെലിവിഷൻ വന്നതോടുകൂടി എല്ലാ ലോകത്തെമ്പാടും പത്രമാധ്യമങ്ങളുടെ രീതി, അവതരണ രീതി, കണ്ടൻറ് മാർക്കറ്റിംഗ് ഇതൊക്കെയും മാറി. പക്ഷേ പിന്നീട് നമ്മുടെ സാങ്കേതിക വിദ്യ വളരെയേറെ പുരോഗമിച്ചു. ഈ പുരോഗമനത്തോടൊപ്പം ഉണ്ടായത്, സാങ്കേതിക വിദ്യയുടെ പുരോഗമനത്തോട് ജേർണലിസ്റ്റുകൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയോ എന്ന കാര്യം ശ്രദ്ധേയമാണ്. പലർക്കും പിടിച്ചു നിൽക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ എല്ലാ ടെലിവിഷൻ ചാനലുകളും ചെയ്യുന്നത് വിനോദം നൽകുക എന്നാണ്. നമ്മുടെ വാർത്താ ചാനൽ ഇപ്പോൾ 900-ലേറെ ചാനലുകൾ, 912 ചാനലുകളുണ്ട്. അതിൽ 400 എണ്ണം വാർത്താ ചാനലുകളാണ്. ഈ 400 എണ്ണത്തിലും വരുന്ന വാർത്തകൾ, ഇവിടെ ഫേക്ക് ന്യൂസിനെ പറ്റി പറഞ്ഞു, ഈ വാർത്തകൾ വിശ്വസനീയമാണോ എന്ന കാര്യം വളരെയേറെ ചിന്തിക്കേണ്ട വിഷയം, ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഒന്ന്, വാർത്തകളുടെ സത്യസന്ധത, വസ്തുനിഷ്ഠത ഇതൊക്കെ ആകാശവാണിയിലുണ്ടെന്ന് ഇവിടെ പറഞ്ഞു. അത് നമ്മുടെ മറ്റ് ചാനലുകളിലോ പത്രങ്ങളിലോ ഉണ്ടോ എന്ന് പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഒരു വാർത്തയുടെ സത്യസന്ധത നിശ്ചയിക്കണമെങ്കിൽ, അതിൻ്റെ വസ്തുനിഷ്ഠത നിശ്ചയിക്കണമെങ്കിൽ ഒരു സത്യത്തിന് എങ്ങനെ പല മുഖങ്ങളുണ്ടാവാം എന്നതിന് ഇക്കാലത്ത് ചാനലുകളും പത്രങ്ങളും നല്ല ഉദാഹരണങ്ങളാണ്. ചാനലുകളെ അപേക്ഷിച്ച് പത്രങ്ങളിൽ കൂടുതൽ സത്യസന്ധത ഉണ്ട് എന്നും ചിലർ പറയാറുണ്ട്. അത് എത്രമാത്രം ശരിയാണ് എന്നത് നമ്മുടെ പ്രേക്ഷക ലോകവും വായനക്കാരും അറിയുന്ന കാര്യമാണ്. സിറ്റിസൺ ജേർണലിസത്തിന് കാരണം ടെക്നോളജിയുടെ പുരോഗതിയാണ്. അതുമാത്രവുമല്ല, ഇപ്പോൾ ലീനിയർ പ്രക്ഷേപണം, റേഡിയോ അല്ലെങ്കിൽ ടെലിവിഷൻ രംഗത്ത് ഏറ്റവും വലിയ വെല്ലുവിളി നേരിടുന്നത് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലാണ്. ഇന്ത്യയിൽ 30,000 കോടി രൂപയാണ് ഒരു കൊല്ലം ടെലിവിഷൻ ചാനലുകളിൽ നിന്നുള്ള പരസ്യങ്ങൾക്കുള്ള വരുമാനം.
ഓരോ കൊല്ലവും ടിക്ടോക്ക്, ഫേസ്ബുക്ക് തുടങ്ങി അനേകം സോഷ്യൽ മീഡിയയിൽ കൂടി ഈ പരസ്യ വരുമാനം കുറഞ്ഞുകൊണ്ട് വരികയാണ്. അത് മാത്രവുമല്ല, ഇവയിലൊക്കെ വരുന്ന വാർത്തകളുടെ സത്യസന്ധത വളരെ അപലപനീയമാണ് എന്ന് എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ലീനിയർ ടെലിവിഷൻ്റെ കാലം കഴിഞ്ഞുപോയി എന്ന് പോലും പറയുന്നുണ്ട്. പണ്ട് ഒരു കൊല്ലത്തെ വളർച്ച 12.5% ഒരു കാലത്ത്, അതിപ്പോഴും 1.5% കുറഞ്ഞു വരികയാണ്. ഓരോ കൊല്ലവും ഈ ടെലിവിഷനുള്ള വീടുകളുടെ എണ്ണം കുറഞ്ഞു. അതുകൊണ്ട് ടെലിവിഷൻ അപ്രത്യക്ഷമാവാൻ പോകുന്നു എന്ന് കരുതുന്നത് തെറ്റായിരിക്കും. ടെലിവിഷൻ തീർച്ചയായും ഇവിടെ തന്നെയുണ്ട്. കാരണം ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസൊക്കെ ഉപയോഗിക്കുന്നത് ടെലിവിഷൻ്റെ ടെക്നോളജിയാണ്. പണ്ട് ടെലിവിഷൻ്റെ കണക്ടിവിറ്റി വളരെ 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 പ്രാകൃതമായിരുന്നു. ഇപ്പോൾ പറഞ്ഞാൽ ആളുകൾക്ക് വിശ്വാസം തോന്നില്ല. ഇവിടെ വെച്ചായിരുന്നു, ഇതേ ഹാളിൽ വെച്ച്, ഇതേ വേദിയിൽ വെച്ചായിരുന്നു മലയാളത്തിൽ ടെലിവിഷൻ ആദ്യമായി ഉദ്ഘാടനം ചെയ്തത്. അന്ന് അത് കുടപ്പനക്കുന്നിൽ സ്റ്റേഷനിലെ ടവറിലേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള മൈക്രോവേവ് സംവിധാനം പോലും വളരെ പ്രാകൃതമായിരുന്നു. അത് കഴിഞ്ഞ് പല കാലഘട്ടം കഴിഞ്ഞു. വാർത്തകൾ, അളകനന്ദയൊക്കെ വാർത്ത വായിച്ചിരുന്നത് ഷീറ്റിൽ എഴുതി കൊടുത്ത് പല പ്രാവശ്യം റിഹേഴ്സ് ചെയ്ത് പഠിച്ച് പേപ്പർ നോക്കി വായിച്ചിട്ടാണ്. പലരും പറയും എന്തുകൊണ്ട് ക്യാമറ നോക്കിയിട്ട് പറയുന്നില്ല, ഡൽഹിയിലുള്ള ആളുകളൊക്കെ ക്യാമറ നോക്കിയിട്ടാണല്ലോ വായിക്കുന്നത്, ക്യാമറയിലേക്കാണ് വാർത്തകൾ അവതരിപ്പിക്കുന്നത്. പക്ഷേ ഈ സാങ്കേതിക വിദ്യയൊക്കെ വന്നിട്ടും അടിസ്ഥാനപരമായി നമ്മുടെ ടെലിവിഷൻ ഉള്ളടക്കത്തിൻ്റെ ക്വാളിറ്റി അഥവാ ഗുണമേന്മ അതിനനുസരിച്ച് വികസിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. പത്രങ്ങൾ ഈ ഡിജിറ്റൽ യുഗത്തിൻ്റെ വെല്ലുവിളി വളരെ നല്ല നിലയിൽ ഏറ്റെടുത്തിട്ടുണ്ട്. മാത്രമല്ല, ഈ പത്രങ്ങളുടെ ഡിജിറ്റൽ എഡിഷൻ പ്രിൻ്റ് എഡിഷനേക്കാൾ വളരെ കൂടുതലായി ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട്. മാത്രവുമല്ല, അത് പുതിയ തലമുറക്ക് വേണ്ടി പ്രത്യേകമായി രൂപകൽപ്പന ചെയ്യുന്നു എന്ന കാര്യവും വളരെ പ്രശംസാർഹമാണ്. ഈ വിശ്വാസ്യത നഷ്ടപ്പെടാതെ പുതിയ ടെക്നോളജി സ്വീകരിച്ച് കുറേ കൂടി ഭംഗിയായ കണ്ടൻറ്റ്, കുറേ കൂടി വിശ്വാസ്യതയുള്ള കണ്ടൻറ്റ് വളർത്തിയെടുക്കുന്നതാവും എല്ലാ മാധ്യമങ്ങളുടെയും, പത്രങ്ങളായാലും ടെലിവിഷനായാലും സോഷ്യൽ മീഡിയ ആയാലും. ഈ സോഷ്യൽ മീഡിയ ഈ ഫാക്ട് ചെക്കിങ്ങിന് വേണ്ടി അല്ലെങ്കിൽ ബ്രോഡ്കാസ്റ്റിങ്ങിനെ ചാനലുകളെ നിയന്ത്രിക്കാൻ വേണ്ടി ഗവൺമെൻറ് ഒരു നിയമം കൊണ്ടുവന്നത് ഇപ്പോഴും പാർലമെൻറ്റിൽ അവതരിപ്പിച്ച നിയമ ഭേദഗതി ഇപ്പോഴും ചർച്ചയിലാണ്. ഒരുപക്ഷെ ഇത്തരം ചർച്ചകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന കൺക്ലൂഷൻസ് അതിന് സഹായകമാവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. മറ്റു മാധ്യമങ്ങൾക്ക് അത്ര രുചികരമായിട്ട് തോന്നാത്ത, പലപ്പോഴും എടുത്തുപയോഗിക്കാത്ത നിരവധി കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് ആകാശവാണി അതിൻ്റെ പ്രാരംഭകാലം മുതൽ. ഉദാഹരണത്തിന് കൃഷി. നമ്മളുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭക്ഷ്യക്ഷാമമുണ്ടായിരുന്ന കാലത്ത്, നമുക്ക് സ്വയം പര്യാപ്തത ഇല്ലാതിരുന്ന കാലത്ത് നമ്മൾ ആകാശവാണി വഴിയാണ് അതിന് വേണ്ട വലിയ ബോധവൽക്കരണം നടത്തിയത്. നമ്മൾ ആകാശവാണിയെക്കുറിച്ച് പറയുമ്പോഴൊക്കെ ഇപ്പോൾ എല്ലാവരും ഒരു ഭൂതകാല ക്രിയയാണ് ഉപയോഗിക്കുന്നത്. ആകാശവാണി പണ്ട് വളരെ നന്നായിരുന്നു, അതിൽ വളരെ പ്രതിഭാശാലികളുണ്ടായിരുന്നു, അത് വളരെ നല്ല ഒരു മാധ്യമമായിരുന്നു. എന്തുകൊണ്ടോ ഒരു പ്രസൻറ്റ് ടെൻസിലേക്ക് അതിനെ കൊണ്ടുവരുന്ന, അത് കേൾക്കാത്തത് കൊണ്ടാണോ, പറയുമ്പോൾ അറിയാതെ ഈ ഭൂതകാല കുളിരിൽ നമുക്ക് സംഭവിച്ചു പോകുന്നതുകൊണ്ടാണോ എന്നറിയില്ല. പക്ഷേ അതിപ്പോഴും അത്ര തന്നെ സജീവമായി പ്രവർത്തിക്കുന്നു. ഇന്ന് തന്നെ ഇവിടെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ധാരാളം ശ്രോതാക്കൾ പല പ്രദേശങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുണ്ട്. ഞാൻ മുരളി സാറിൽ നിന്ന് ഇതിൻ്റെ ഒരു പ്രതികരണം പ്രതീക്ഷിക്കുന്നു. ഞാനിപ്പോൾ ആകാശവാണി കേൾക്കുന്നത് കൂടുതലും ഇപ്പോൾ കുറേ കാലമായിട്ട് മൊബൈൽ ഫോൺ വഴിയാണ് കേൾക്കുന്നത്. ഞാൻ മിക്കവാറും ഇങ്ങനെ സഞ്ചരിക്കുന്നത് കൊണ്ട് ട്രിവാൻഡ്രം ആകാശവാണി അതിൻ്റെ ട്രാൻസ്മിറ്ററിൻ്റെ പ്രക്ഷേപണ പരിധിക്ക് പുറത്ത് പോകുമ്പോൾ ആണ് കൂടുതലും ഈ മൊബൈൽ ആശ്രയിക്കേണ്ടി വരുന്നത്. അപ്പോൾ വളരെ നൂതനമായ ഒരു ലോകത്തേക്ക് നമ്മൾ പോകുമ്പോൾ ഈ റേഡിയോയും കൂടെ നമ്മൾ കൊണ്ടുപോവുകയാണ്.
ഏത് മാധ്യമത്തിൽ നമ്മൾ റേഡിയോ എന്നുള്ള പഴയ സങ്കല്പത്തിലുള്ള ആ ഇൻസ്ട്രുമെൻ്റ് മാറിയിട്ട് നമ്മൾ പുതിയ കാലത്തിൻ്റെ ഇൻസ്ട്രുമെൻറ്റിലേക്ക് റേഡിയോയെ നമ്മൾ പരാവർത്തനം ചെയ്ത് എടുക്കുകയാണ്, പുതിയ കാലത്തിന് അനുയോജ്യമായ രീതിയിൽ. 75 വയസ്സായ ആകാശവാണി പുതിയ രൂപത്തിലാണ് ഇന്ന് പലപ്പോഴും നമ്മൾ കേൾവിക്കാരിലേക്ക് എത്തുന്നത്. ആകാശവാണിയുടെ ലക്ഷ്യം തന്നെ ബഹുജന സുഖായ ബഹുജന ഹിതായ എന്നാണ്. അപ്പോൾ അതിൽ നിന്നുകൊണ്ട് പല തലത്തിലേക്ക് പോവുകയാണ് ആകാശവാണി. പാട്ടിൻ്റെ കാര്യത്തിലാണെങ്കിൽ നിങ്ങൾക്കെല്ലാവർക്കും ആകാശവാണിയാണ് ലളിതഗാനങ്ങൾ എന്ന ഒരു ശാഖ തന്നെ കേരളത്തിൽ പേര് പിടിക്കുന്നതിന് കാരണമായത് ആകാശവാണിയാണ്. അത് ആകാശവാണി അതിനുവേണ്ടി ടാഗോറിനെ പോലുള്ളവരെ, കേരളത്തിലെ ജി ശങ്കരക്കുറുപ്പിനെ പോലുള്ളവർ, അങ്ങനെ അനവധി പേരെ, ഇപ്പോൾ കക്കാടും തിക്കോടിയനും ഒക്കെ ലളിതഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. ഈ ലളിതഗാനങ്ങളുടെ മാതൃകയിലാണ് പിന്നെ ചലച്ചിത്ര ഗാനങ്ങൾ പോലും വന്നത്. നമ്മുടെ സംസ്ഥാന സ്കൂൾ യുവജനോത്സവങ്ങളിലൂടെ ആദ്യകാലത്തൊക്കെ ആകാശവാണി ഗാനങ്ങളായിരുന്നു വന്നിരുന്നത്. പിന്നീട് അത് കാസറ്റുകളുടെയും മറ്റ് ആൽബങ്ങളുടെയും പാട്ടുകൾ ഇപ്പോൾ വന്നു തുടങ്ങി. അപ്പോൾ എല്ലാത്തിൻ്റെയും ഒരു തുടക്കം ഈ നമുക്ക് രസിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മനസ്സിലേക്ക് തരികയും സുഖിപ്പിക്കുന്ന കാര്യങ്ങൾ തരികയും നമുക്ക് ഇഷ്ടമായ കാര്യങ്ങൾ തരികയും ചെയ്യുന്നു, ഹിതമായ കാര്യങ്ങൾ തരികയും ചെയ്യുന്നു. അതുകൊണ്ടാണ് സത്യസന്ധമായ വാർത്ത നമ്മൾ കൊടുക്കുന്നത്. ഹിതകരമല്ലാത്ത വാർത്തകൾ പോലും ചിലപ്പോൾ സത്യസന്ധമാണെങ്കിലും ആകാശവാണി ചിലപ്പോൾ അത് മറിച്ച് ജനങ്ങൾക്ക് ഹിതകരമല്ലെങ്കിൽ ചിലപ്പോൾ വാർത്ത മാറ്റി വെച്ചൊന്നും വരാം. വാർത്തയിലെ ഭാഷ മാത്രമല്ല ആകാശവാണി പ്രചരിപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, കോഴിക്കോട് സ്റ്റേഷൻ തുടങ്ങിയപ്പോൾ പുള്ളുവൻ പാട്ടു ആണ് ആദ്യം അവിടെ തുടങ്ങിയത്. ആദ്യ പരിപാടി പുള്ളുവൻ പാട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എത്രയെത്ര നാടൻ സംഗീതത്തിൻ്റെ ഭാഷ നമുക്കെല്ലാം പരിചിതമാകുന്നത് ആകാശവാണിയിലൂടെയാണ്. അത് വടക്കൻ പാട്ടിലെ ഭാഷയാകട്ടെ, മാപ്പിളപ്പാട്ടിലെ ഭാഷയാകട്ടെ, നാടൻ പാട്ടിലെ ഭാഷയാകട്ടെ, ലളിതഗാനങ്ങളുടെ ഭാഷയാകട്ടെ, റൊമാൻറ്റിക്കായിട്ടുള്ള ഗാനങ്ങളാണല്ലോ കൂടുതലും ലളിതഗാനങ്ങളിലേക്ക് വന്നത്. പിന്നീട് അതിൻ്റെ ഒരു കുത്തൊഴുക്ക് തന്നെ ചലച്ചിത്രഗാന പ്രക്ഷേപണത്തിലൂടെയും ഉണ്ടായി. അങ്ങനെ അതിലെ എല്ലാ ഭാഷകളും മലയാളത്തിൻ്റെ എല്ലാ വർണ്ണഭേദങ്ങളും ഉള്ള ശൈലിയുള്ള ആ ഭാഷയും പ്രചരിപ്പിക്കുന്നതിൽ ആകാശവാണി മഹത്തായ സേവനമാണ് നടത്തിയിട്ടുള്ളത്. അത് ഭൂതകാല കുളിരിൽ നിന്ന് പറഞ്ഞല്ല, ഇപ്പോഴും അങ്ങനെ തന്നെ തുടരുകയാണ്. പുതിയ സങ്കേതങ്ങളിലൂടെ, പുതിയ തലങ്ങളിലൂടെ, പുതിയ മാധ്യമങ്ങളിലൂടെ ആകാശവാണി പ്രക്ഷേപണം തുടരുകയാണ്. ആകാശവാണിയുടെ ഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ജനങ്ങളുടെ ഭാഷയാണ്. സാധാരണ ജനങ്ങളുടെ ഭാഷയിൽ നമ്മൾ ഫിക്ഷൻ രചിച്ചു കഴിഞ്ഞാൽ അതിന് പൈങ്കിളി എന്നാണ് പറയാറുള്ളത്. പക്ഷേ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി ഉള്ള ഭാഷയിലാണ് കൃഷിയും ആരോഗ്യ കാര്യങ്ങളും അതുപോലെയുള്ള എല്ലാ സാധാരണക്കാരൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സാധാരണ ഭാഷയിൽ, ലളിതമായ ഭാഷയിൽ ആകാശവാണി പ്രചരിച്ചു കൊണ്ടിരിക്കുന്നു. അത് പഴയ ട്രാൻസിസ്റ്റർ റേഡിയോയും ഒക്കെ മാറി ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, മൊബൈൽ പോലുള്ള AI പ്ലാറ്റ്ഫോമുകളിലൂടെ നവമാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ റേഡിയോ, ആകാശവാണി എന്ന് മാത്രം ഞാൻ പറയുന്നില്ല, റേഡിയോ വളരെ സജീവമായ ഒരു മാധ്യമമായി നിലനിൽക്കുകയാണ്. അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഇവിടെ വന്നിരിക്കുന്ന റേഡിയോയുടെ സുഹൃത്തുക്കൾ, അവരുടെ ഒരു പ്രഷർ ഇന്ന് ഇവിടെ ആകാശവാണിയുടെ ചുമതല വഹിക്കുന്നവരിലേക്ക് ഉണ്ടാകണം. എങ്കിൽ മാത്രമേ ജനങ്ങളുടെ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ കണ്ടൻറ്റുകളിലൊക്കെ പുതിയ പുതിയ പരിഷ്കാരങ്ങളും ആധുനികതയും നവമായത് നിലനിൽക്കുകയും ചെയ്യുകയുള്ളൂ എന്ന് മാത്രം ഇപ്പോൾ പറഞ്ഞുകൊണ്ട് ഉപസംഹരിക്കുന്നു. ചെമ്മനം ചാക്കോ സാർ ഒരു കവിത എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഒരു സ്ത്രീയുടെ ഭർത്താവ് ആകാശവാണി ഡയറക്ടർക്ക് കത്തെഴുതുകയാണ്. കത്തിനകത്ത് ഇതാണ്: നിങ്ങൾ എത്രയും പെട്ടെന്ന് എൻ്റെ ഭാര്യയെ നിങ്ങൾ ഏറ്റെടുക്കണം. അതാണ് കത്തിനകത്തുള്ളത്. കാരണം അവൾ വളരെ അച്ചടക്കത്തോടുകൂടി എൻ്റെ വീട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ്. നിങ്ങൾ ഈ റേഡിയോ ഞാനൊരെണ്ണം വാങ്ങിച്ചു കൊടുത്ത് അവൾ അടുക്കളയിൽ വെച്ചത് കേട്ടു തുടങ്ങിയിട്ട് ഇപ്പോൾ അവൾ ഒരുപാട് കാര്യങ്ങളിൽ എന്നെ ചോദ്യം ചെയ്തു തുടങ്ങിയിരിക്കുന്നു. അവൾക്ക് നിയമം അറിയാം. ഗാർഹിക പീഡനത്തെക്കുറിച്ച് എന്നോട് പറയുന്നു, അതിന് ശിക്ഷയുണ്ടെന്ന് പറയുന്നു. അതുകൊണ്ട് എൻ്റെ വീട്ടിൽ നിർത്തിയിട്ട് കാര്യമില്ല, ഇതിന് കാരണക്കാരൻ നിങ്ങളായതുകൊണ്ട് നിങ്ങൾ ഇവളെ എത്രയും പെട്ടെന്ന് കൊണ്ടുപോകണമെന്ന് ചെമ്മനം ചാക്കോ സാറിൻ്റെ ഒരു കവിതയുണ്ട്. അപ്പോൾ ആ തരത്തിൽ ബോധവൽക്കരിക്കാൻ, ഗ്രാമീണ വനിതകളെ ബോധവൽക്കരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുകൂടി ഓർത്തുകൊണ്ട് അളകനന്ദയുടെ പ്രതികരണത്തിലേക്ക്. എൻ്റെ ജനറേഷനെ ശരിക്കൊരു ട്രാൻസിഷൻ ജനറേഷൻ എന്നാണ് പറയേണ്ടത്.
എന്നുവെച്ചാൽ ഈ പറഞ്ഞതുപോലെ കുഞ്ഞികൃഷ്ണൻ സാറും ഒക്കെ പറഞ്ഞതുപോലെ ഞങ്ങളൊക്കെ പേപ്പറിൽ വായിച്ചു തുടങ്ങി, ഇടയ്ക്കിടയ്ക്ക് തലപൊക്കി നോക്കി കുറേയൊക്കെ കാണാപ്പാഠം പഠിച്ച് അങ്ങനെയൊക്കെ വായിച്ചു തുടങ്ങിയവരാണ്. അതിൽ തന്നെ തിരുത്തുകളൊക്കെ നേരത്തെ ഓർത്ത് വയ്ക്കണം, എന്നിട്ട് കൃത്യമായിട്ട് അത് താഴോട്ട് നോക്കണം, അല്ലെങ്കിൽ അത് തെറ്റിപ്പോവും ചിലപ്പോൾ പറയുമ്പോൾ. എന്നിട്ടിപ്പോൾ എത്തി നിൽക്കുന്നത് ഞാൻ വേണമെങ്കിൽ വിചാരിച്ചാലും ചേഞ്ചസ് വരുത്താവുന്ന ഒരു ടെലിപ്രോംപ്റ്ററാണ്. ഞാൻ തിരുത്തിയാൽ പോലും, വായിച്ചുകൊണ്ടിരിക്കുന്നവർ തിരുത്തിയാൽ പോലും ആ ചേഞ്ചസ് നമ്മുടെ മുമ്പിൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു സമയമാണ്. അത്രത്തോളം സാങ്കേതിക വിദ്യ പുരോഗമിച്ചു കഴിഞ്ഞു. പക്ഷേ ഇതിൻ്റെ എല്ലാം ഇടയ്ക്കും ഈ പറയുന്നത് പോലെ ആകാശവാണി, ഞാനിപ്പോൾ യാത്രകൾ ചെയ്യുമ്പോൾ മാത്രമാണ് കേൾക്കാറ് വാർത്തകൾ. പക്ഷേ അവരുടെ ക്രെഡിബിലിറ്റി, മാധ്യമങ്ങളുടെ ഏറ്റവും വലിയൊരു അസറ്റ് എന്ന് പറയുന്നത്, അത് വേണ്ട ഒരു അസറ്റ് ക്രെഡിബിലിറ്റിയാണ്. അത് നമുക്കെല്ലാം അറിയാം. ആകാശവാണിയുടെയും ദൂരദർശൻ്റെയും ക്രെഡിബിലിറ്റി ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ല. ഇന്നത്തെ ഈ ഒരു വർത്തമാനകാലത്തെ മാധ്യമത്തിൽ എൻ്റെ ചുരുക്കി പറയുകയാണ്, എന്നെ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന് സോഷ്യൽ മീഡിയയുടെ കുത്തൊഴുക്ക്. അത് മയൂഷ മാം വളരെ വ്യക്തമായിട്ട് അത് അവതരിപ്പിച്ചു. അതായത് ഇപ്പോഴത്തെ ജനറേഷനിലേക്ക് എത്തിപ്പെടണം എന്നുണ്ടെങ്കിൽ നമ്മൾ മാറണം. ചേഞ്ചസ് ആർ ഇന്നെവിറ്റബിൾ. യെസ്, ചേഞ്ചസ് ആർ ഇന്നെവിറ്റബിൾ. ആ ചേഞ്ചസ് എത്രയും പെട്ടെന്ന് കൊണ്ടുവരേണ്ടത് അത്യാവശ്യവുമാണ്. പക്ഷേ അത് അത്രയും ഫാസ്റ്റായിട്ട് നമുക്ക് ആർക്കും ട്രാൻസിഷൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് വേറൊരു ചോദ്യം. ഈ സോഷ്യൽ മീഡിയ ആണ് ഇതെല്ലാം അബ്സോർബ് ചെയ്ത് ഇത്രയും പെട്ടെന്ന് ചേഞ്ചസ് കൊണ്ടുവരുന്നത്. പക്ഷേ ആ സോഷ്യൽ മീഡിയയുടെ കുത്തൊഴുക്കിലാണ് ഇപ്പോഴത്തെ ജനറേഷൻ. അവരെയും കൂടെ അങ്ങ് കൊണ്ടുപോവാണ് ശരിക്കും പറഞ്ഞാൽ. ആ ജനറേഷൻ ഇന്ന് കാണുന്നതും കേൾക്കുന്നതും എല്ലാം സോഷ്യൽ മീഡിയയാണ്. ഇപ്പോൾ നേരത്തെ ടെലിവിഷൻ്റെ പ്രസക്തിയെപ്പറ്റി പറഞ്ഞു കുഞ്ഞികൃഷ്ണൻ സാറ്. ടെലിവിഷൻ ഇല്ലാതാകുന്നില്ല, ശരിയാണ്. പക്ഷേ ടെലിവിഷനിൽ കൂടി വാർത്ത അറിയുന്ന ജനറേഷൻ അല്ല ഇന്ന്. ഞാനിപ്പോൾ പലയിടത്ത് എവിടെയെങ്കിലും കോളേജസിലൊക്കെ ഇൻട്രാക്ഷന് പോയാൽ ആ കുട്ടികൾ എന്നോട് ചോദിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ വരുന്ന കാര്യങ്ങൾ മാത്രമാണ്. സോഷ്യൽ മീഡിയയിൽ വരുന്ന ഇഷ്യൂസ്, അതിനോട് എന്താണ് പറയാനുള്ളത്, ആ വാർത്ത, ഈ വാർത്ത. അപ്പോൾ മെയിൻ സ്ട്രീം മീഡിയ എന്നുള്ളത്, അതിപ്പോൾ ആകാശവാണി ആയാലും ദൂരദർശനായാലും ബാക്കിയുള്ള ചാനലുകളായാലും, അവർ റീലുകളുടെ ആ ഒരു ഷോർട്ട് ടേം ലൈഫ് മാത്രം പ്രിഫർ ചെയ്യുന്ന ആൾക്കാരാണ്. 1 സെക്കൻഡിൽ വാർത്ത അറിയുക, പിന്നെ അടുത്തതിലേക്ക് സ്വിച്ച് ഓവർ ചെയ്യുക. ആ ഒരു കുത്തൊഴുക്കിൽ ഇപ്പോഴത്തെ ജനറേഷനെ കൊണ്ടുപോകുന്നത് കാണുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, സോഷ്യൽ മീഡിയയ്ക്ക് ഒരു അപാരമായ ശക്തിയുണ്ട്. ദേ ക്യാൻ മേക്ക് ഓർ ബ്രേക്ക് ഗവൺമെൻറ്റ്സ്, ദേ ക്യാൻ ക്രിയേറ്റ് റെവല്യൂഷൻസ്. നമ്മൾ അറബ് സ്പ്രിങ്ങിൻ്റെ കാലത്ത് കണ്ടതാണ് അതൊക്കെ. ആ ഒരു ശക്തി അപകടകരം കൂടിയാണ് ഒരു പരിധിവരെ. എന്നുവെച്ചാൽ വരുന്നതെല്ലാം ഈ പറയുന്നത് പോലെ ഫേക്ക് ന്യൂസിൻ്റെ കാലമാണിത്. ഒരു മൊബൈൽ ഫോൺ കയ്യിലുള്ളവരെല്ലാം ജേർണലിസ്റ്റുകളാണിപ്പോൾ. അവരെന്താണ് പറയുന്നതോ, എന്തൊക്കെ പ്രോപ്പഗൻഡകളാണ് ഈ കൂട്ടത്തിൽ വന്ന് കുത്തി ഒഴുകി പോകുന്നതെന്നോ നമ്മൾ അറിയുന്നില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മളറിയാതെ തന്നെ അതിനകത്ത് പെട്ടുപോകാറുണ്ട് പലപ്പോഴും. സർക്കാരുകളെ തകർക്കാൻ പറ്റും, ഒരാളിനെ ഭരണത്തിലേറ്റാൻ പറ്റും, ഒരാളിനെ ഭരണത്തിൽ നിന്ന് താഴെ ഇറക്കാൻ പറ്റും, വിപ്ലവങ്ങൾ ആഹ്വാനം ചെയ്യാൻ പറ്റും. എല്ലാത്തിനുള്ള കരുത്തുണ്ട് സോഷ്യൽ മീഡിയയ്ക്ക്. അതിൻ്റെ ഇടയ്ക്കാണ് ഈ വെസ്റ്റഡ് ഇൻട്രസ്റ്റിൻ്റെ കളി. ഈ ഡേറ്റ ക്രിയേഷൻ, ഇതൊക്കെ ഇവിടെ ഇരിക്കുന്നവർക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്, നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യം. ഡേറ്റ ശേഖരണമാണ് ഇന്നത്തെ ലോകത്തെ ഏറ്റവും വലിയ ബിസിനസ്. അത് നടക്കുന്നത് സോഷ്യൽ മീഡിയയിൽ കൂടിയാണ്. ഏതൊക്കെ തരത്തിലാണ് സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് എന്ന് ഓർക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് വലിയൊരു ആശങ്ക, ഒരു പേടി തോന്നാറുണ്ട്. അതിൽ ടെലിവിഷൻ്റെ ഭാവി അല്ലെങ്കിൽ ചാനലുകളുടെ ഭാവി ഒന്നുമല്ല. ഇപ്പോഴത്തെ ജനറേഷൻ ഏത് തരത്തിൽ ഇതിലൊക്കെ ഇൻഫ്ലുവൻസ്ഡ് ആകുന്നു, അവരെ എങ്ങനെ കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും എന്നൊക്കെയുള്ളത് ഒരു കാര്യം. പിന്നെ മറ്റൊന്ന്, ഇപ്പോഴത്തെ ഈ ഒരു ചാനലുകളുടെ ഇപ്പോഴത്തെ ഈ ഒരു പോക്കിൽ, അതായത് പലപ്പോഴും ഇറ്റ് ഈസ് എക്സാജറേറ്റഡ്. അല്ലെങ്കിൽ നിങ്ങൾക്കെല്ലാം അറിയാം, ദൂരദർശൻ്റെയോ ആകാശവാണിയുടെയോ ഒരു വാർത്താ രീതിയല്ല പലപ്പോഴും പല ചാനലുകളിലും. അപ്പോൾ അത് ഓൺ ദ സ്പോട്ട് റിയാക്ട് ചെയ്യുക, എന്നിട്ട് അത് ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു രീതി. അതിനകത്ത് വരുന്ന ഈ ക്രെഡിബിലിറ്റി ഇഷ്യൂസ് അവിടെയും വരുന്നുണ്ട്. ക്രെഡിബിലിറ്റി ഇഷ്യൂസ് പക്ഷേ വി ട്രൈ ദ മാക്സിമം. ക്രെഡിബിലിറ്റി ഇഷ്യൂസ് പരിഹരിക്കാൻ വി ട്രൈ ദ മാക്സിമം. കൺഫേം ദ ന്യൂസ് എന്നുള്ളതാണ്, കൺഫേം ദി ഇൻഫർമേഷൻ. അതെല്ലാവരും ശ്രമിക്കാറുണ്ട്, എല്ലാവരും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതും ഇപ്പോഴത്തെ ചാനലുകളുടെ പോക്കിൽ ശരിക്കും പറഞ്ഞാൽ എനിക്കും ഒരാശങ്കയുണ്ട്. അതിങ്ങനെ അതും ഒരു കുത്തൊഴുക്കായിട്ട് പോകുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നാറുണ്ട് പലപ്പോഴും. ഈ വരുന്ന വിഷയങ്ങൾ ഏറ്റെടുക്കുക, പിന്നെ അതിൽ തന്നെ മാത്രം നിൽക്കുക.
വ്യൂവേഴ്സിനെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു അത്, അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സിനെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു അത്. പലപ്പോഴും യങ്സ്റ്റേഴ്സ് ഈ കോളേജുകളിൽ പോകുമ്പോൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്, എന്തിനാ അതൊക്കെ ഇത്രയും എക്സ്പ്ലിസിറ്റായിട്ട് കാണിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത്, പറയാതെ ഇരുന്നൂടെ എന്ന്. പക്ഷെ പറയാതെ ഇരിക്കുക അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്യുക, അവോയ്ഡ് ചെയ്യുക എന്നൊക്കെ ഉള്ളതൊരു മാധ്യമത്തിൻ്റെ ധർമ്മമല്ല. വി ഹാവ് ടു പറഞ്ഞേ പറ്റൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഇപ്പോഴത്തെ ഈ ജനറേഷൻ്റെ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക്കാണ്. ബിക്കോസ് ദേ ആർ മോർ അവെയർ. പക്ഷേ അവർ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നത് ഐ ഫിയർ ഒരു റോങ് അണ്ടർ കറൻസ് എപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്നെ ഭീതിപ്പെടുത്തുന്ന ഒരു കാര്യം ഈ സോഷ്യൽ മീഡിയയുടെ കുത്തൊഴുക്കാണ്. എത്രത്തോളം ക്രെഡിബിളാണ്, എത്രത്തോളം എന്തെല്ലാം ഇൻട്രസ്റ്റ്സ് ആണ് അവിടെ വർക്ക് ചെയ്യുന്നതെന്ന് ഒരിക്കലും അവർ അവെയർ ആവാറില്ല. അപ്പം നമുക്ക് ഈ മീഡിയ എന്നുള്ള നിലയ്ക്ക് എങ്ങനെ അവരെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കും, അല്ലെങ്കിൽ ഈ ഒരു ജനറേഷനെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്ക് ഉത്തരം കിട്ടാത്ത ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ആദ്യം തന്നെ 75ാമത് വാർഷികം ആഘോഷിക്കുന്ന ആകാശവാണി കുടുംബത്തിന് ഹൃദ്യമായ ആശംസകൾ അറിയിക്കുന്നു. തനത് മാധ്യമത്തിനെ ഒന്നിനെയും അതിൻ്റേതായിട്ടുള്ള പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് കൺസ്യൂം ചെയ്യുന്ന ഒരാളല്ല ഞാൻ എന്നുള്ള ഒരു കാവിയറ്റോടു കൂടിയാണ് ഞാൻ ആരംഭിക്കുന്നത്. തനത് മാധ്യമം എന്ന് പറയുമ്പോൾ ഒന്ന് പത്രമാണ്. നമ്മുടെ നാട്ടിൽ നിരവധി പത്രങ്ങളുണ്ട്. പക്ഷേ ഏതെങ്കിലും ഒരു പത്രം ഞാൻ വരുത്തിയിരുന്നെങ്കിൽ അതൊരു 8-10 വർഷം മുൻപാണ്. ഒരു പത്രവും ഞാൻ സച്ച് വായിക്കാറുള്ള ആളല്ല. 2 ടെലിവിഷനാണ്. വാർത്തകൾക്ക് വേണ്ടി പ്രൈമറിലി നമ്മൾ ആശ്രയിക്കുന്ന ടെലിവിഷൻ. എൻ്റെ വീട്ടിലെ ടെലിവിഷൻ സാധാരണയായി ഓൺ ചെയ്യുന്നത് എൻ്റെ പേരൻസ് എൻ്റെ കൂടെ വന്ന് നിൽക്കുന്ന സമയത്ത് സീരിയൽസ് കാണുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ്. അതിൽ വാർത്ത കൺസ്യൂം ചെയ്യാറില്ല. ചില സമയത്ത് വളരെ ലോങ് ഡ്യൂറേഷന് ശേഷമാണ് പേരൻസ് വരുന്നത് എങ്കിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ടി വിയുടെ റിമോട്ട് എവിടെയാണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ചില സമയത്ത് അത് എടുത്ത് നോക്കുന്ന സമയത്ത് അതിൽ ബാറ്ററി പൊട്ടി ഒലിച്ചിട്ടും ഉണ്ടാവും. ഇപ്പോൾ വീട്ടിലെ ടി വിയുടെ അവസ്ഥ 4-5 മാസമായിട്ട് അത് കേടാണ്. കഴിഞ്ഞ തവണ പേരൻസ് വന്നപ്പോൾ നോക്കിയപ്പോൾ അത് വർക്ക് ചെയ്യുന്നില്ല. അതിനെ ഒരു ടെക്നീഷ്യനെ വിളിച്ച് അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യുക പോലും ചെയ്തിട്ടില്ല. എന്ന് കരുതി ഞാൻ ടി വി കാണുന്നില്ല എന്നർത്ഥമില്ല, പത്രം വായിക്കുന്നില്ല എന്നർത്ഥമില്ല. ആകാശവാണി അതേപോലെ തന്നെ, റേഡിയോ ഇല്ല. പക്ഷേ എങ്കിൽ പോലും ഇതൊന്നും തന്നെ കാണുന്നില്ല, ഇതിൽ വരുന്നത് എന്താണെന്ന് അറിയുന്നില്ല എന്നൊരർത്ഥമില്ല. അതിന് കാരണം ഇന്നത്തെ തലമുറ ബഹുഭൂരിപക്ഷം ആൾക്കാരും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ആ ഒരു മാറ്റത്തിലേക്ക് വരാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളമാണ് നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഭൂതകാല കുളിർ അതിങ്ങനെ അയവിറക്കി അതിൻ്റെ ഒരു സുഖലോലുപതയിൽ അന്ന് അങ്ങനെ ആയിരുന്നല്ലോ, അന്ന് നമുക്ക് എന്തൊരു ചെറുപ്പമായിരുന്നു എന്നൊക്കെ നമ്മൾ പറയുന്നത്. നമുക്ക് മലയാളത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു മാധ്യമ സ്ഥാപനത്തിനെ മാത്രം നോക്കിയാൽ മാതൃഭൂമി, പത്രത്തിൻ്റെ പബ്ലിഷിംഗ് രംഗത്ത് മലയാളത്തിലെ ഒരു അതികായ സ്ഥാപനമെന്ന് വിളിക്കാം. വളരെ ആദ്യം തന്നെ പ്രവർത്തിച്ചിരുന്ന, നമ്മുടെ സ്വാതന്ത്ര്യ സമര രംഗത്ത് ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻസ് ഒക്കെ നടത്തിയിരുന്ന ഒരു പത്രം. മാതൃഭൂമി എന്ന പേര് കേൾക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ വരുന്നത് പത്രം എന്നുള്ള ആ ഒരു ഇൻഡസ്ട്രി തന്നെയാണ്. പക്ഷേ അത് പിന്നീട് എങ്ങനെ മാറി എന്നാലോചിച്ച് നോക്കുക. അവർക്ക് ആനുകാലിക പ്രസിദ്ധീകരണങ്ങളുണ്ട്, ഇതെല്ലാം തന്നെ പ്രിൻ്റിൽ വരുന്നതാണ്. ദിവസേന വരുന്ന പ്രിൻ്റഡ് മെറ്റീരിയലുണ്ട്, ആഴ്ചയിൽ വരുന്ന പ്രിൻ്റഡ് മെറ്റീരിയലുണ്ട്, മാസത്തിൽ വരുന്നതുണ്ട്, വർഷത്തിൽ വരുന്നതുണ്ട്. അത് പിന്നീട് ഡൈവേഴ്സിഫൈ ചെയ്തതിന് ശേഷം ഇപ്പോൾ യുവാക്കളെ, പ്രത്യേകിച്ച് നഗരങ്ങളെ, ഗ്രാമങ്ങളെയൊക്കെ തന്നെ കേന്ദ്രീകരിച്ച് ക്ലബ് FM എന്ന രീതിയിലത്തേക്ക് അവരും റേഡിയോയുടെ സാധ്യതകൾ അവരും നല്ല രീതിയിലത്തേക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട്. ടെലിവിഷൻ രംഗത്തേക്ക് അവർ വന്നു. അതിൽ തന്നെ ന്യൂസ് ചാനലാണ്, പക്ഷേ എൻ്റർടൈൻമെൻറ്റിന് കൂടി പ്രാധാന്യമുള്ള ഒരു 24 hour ന്യൂസ് ചാനൽ അവർക്കുണ്ട്. ഇതുകൂടാതെ അവരുടെ ഡിജിറ്റൽ രംഗങ്ങളുമുണ്ട്. യൂട്യൂബ് ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയയുടെ സാധ്യതകളൊക്കെ ഉപയോഗിക്കുന്ന മേഖലകളുണ്ട്. അപ്പോൾ മാതൃഭൂമി വായിക്കുക എന്ന് പറഞ്ഞാൽ പത്രം മാത്രം വായിച്ചാൽ എന്ന രീതി മാറി. പത്രത്തിനെ അതേ ലേഔട്ടോടുകൂടി പേപ്പറായി കിട്ടുന്ന ഒരു കാലമായി. അപ്പോൾ ആ രീതിയിലത്തേക്ക് കണ്ണുകൾ കൊണ്ട് കണ്ട് വായിച്ച് മനസ്സിലാക്കേണ്ടുന്ന ഉള്ളടക്കമുള്ള ഒരു സ്ഥാപനത്തിന് കണ്ണുകൾ കൊണ്ടും കാതുകൾ കൊണ്ടും ഇത് രണ്ടും ഒന്നിച്ചും
ഇത് രണ്ടിൻ്റെയും ആവശ്യമില്ലാതെയും ഒക്കെ എൻജോയ് ചെയ്യുന്ന രീതിയിലത്തേക്ക് മാറി. ഇപ്പോൾ അവരുടെ ആപ്പൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിൽ ടെലിവിഷൻ്റെ വേണമെങ്കിൽ ഓഡിയോ സ്ട്രീം മാത്രമായിട്ട് കേൾക്കാം, റേഡിയോ കേൾക്കുന്നത് പോലെ തന്നെ. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡൈവേഴ്സിഫിക്കേഷനാണ്. ഇപ്പം ഞാൻ കരുതുന്നത് ആകാശവാണിയെ സംബന്ധിച്ചിടത്തോളം ആകാശവാണി വഹിക്കുന്ന പങ്ക് നിസ്തുലമാണ്. പ്രത്യേകിച്ച് കൃഷി രംഗത്താണെങ്കിലും കാലാവസ്ഥാ പ്രവചന രംഗത്താണെങ്കിലും ഇപ്പോൾ കടലിലേക്ക് പോകുന്ന മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട ആൾക്കാരുടെ ജീവിതത്തിലാണെങ്കിലും ഒക്കെ തന്നെ ഒരു അനിവാര്യത എന്ന രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്ന, എല്ലാ ദിവസവും ആൾക്കാരുടെ ജീവിതങ്ങളെ സ്പന്ദിക്കുന്ന ഒരു മാധ്യമമാണ്. പക്ഷേ അത് ശ്രാവ്യമായി മാത്രമേ നിലനിൽക്കാവൂ എന്ന രീതിയിലത്തേക്കുള്ള ഒരു കടുംപിടുത്തം ആർക്കെങ്കിലും ഉണ്ടോ എന്നെനിക്കറിയില്ല. ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവിടെയും വരാൻ കഴിയുന്ന ഒരു കാര്യം, നിങ്ങളുണ്ടാക്കുന്ന കോണ്ടൻറ്റ് അഥവാ ഡേറ്റ അത് കൺസ്യൂം ചെയ്യുക എന്ന രീതിയിലത്തേക്ക് ചിന്തിക്കുക. അതിൻ്റെ ഓഡിയൻസ് ആരായിരിക്കണം, ആ കോണ്ടൻറ്റ് ഏത് രീതിയിലത്തേക്ക് ഡൈവേഴ്സിഫൈ ചെയ്യാനായിട്ട് സാധിക്കും, അതെങ്ങനെ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും എന്ന രീതിയിലത്തേക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇന്നത്തെ ജനറേഷനും ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള ഒരു മാധ്യമമായി മാറാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മൾ വാർത്താ മാധ്യമങ്ങളെ ഇപ്പോഴും വാർത്താ മാധ്യമങ്ങൾ എന്ന് തന്നെയാണ് പറയുക, ന്യൂസ് എന്നതിനാണ് കൂടുതൽ പ്രാധാന്യം. പക്ഷേ നമ്മുടെ നാട്ടിലുള്ള മുഖ്യധാരാ മാധ്യമങ്ങളടക്കം ന്യൂസിനേക്കാൾ കൂടുതൽ പ്രാമുഖ്യം നൽകുന്നത് പലപ്പോഴും വ്യൂസിനാണ്. NEWS മാറി VIEWS ആയി. അപ്പോൾ ഈ കാഴ്ചപ്പാടുകളെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തോട് ചേർന്ന് നിൽക്കുന്നതോ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൻ്റെ അജണ്ടയ്ക്കൊത്തതോ ഒക്കെയായിട്ടുള്ള വ്യൂസ് ഉണ്ടാകും. പണ്ട് ആദ്യകാലത്ത് പത്രങ്ങൾ പ്രവർത്തിച്ചിരുന്ന സമയത്ത് ന്യൂസും വ്യൂസും രണ്ടായിരുന്നു. ന്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് ദൂരദർശനിൽ കേൾക്കുന്ന, ആകാശവാണിയിൽ കേൾക്കുന്ന ക്യാപ്സൂൾ ന്യൂസ് ആയിരുന്നു. യാതൊരു വിധത്തിലുള്ള അലങ്കാരങ്ങളില്ല, ഉൽപ്രേക്ഷയില്ല, ഒന്നുമില്ലാതെ വളരെ കൃത്യമായിട്ട് ഒരിടത്ത് എന്ത് സംഭവിച്ചു, ആരൊക്കെയാണ് അതിന് പിന്നിൽ, എന്താണ് ഇനി എന്ന കാര്യത്തിനെപ്പറ്റി മാത്രമാണ് ബ്രോഡ്കാസ്റ്റ് ചെയ്തിരുന്നത്. വ്യൂസ് ആൾക്കാർ സ്വയം ഉണ്ടാക്കുകയായിരുന്നു. പക്ഷെ പിന്നീട് വന്നപ്പോഴേക്കും പത്രമാധ്യമങ്ങളിലൊക്കെ തന്നെ ഓപ്പെഡ് തുടങ്ങി. അപ്പോൾ അവിടെ പത്രത്തിൻ്റേതായിട്ടുള്ള ഒരു ഒപ്പീനിയൻ അവരുടെ ഡെയിലി ഒരു എഡിറ്റോറിയലായിട്ട് വരുന്നു. ആ എഡിറ്റോറിയലിനെ അനുകൂലിച്ചിട്ടാണെങ്കിലും പ്രതികൂലിച്ചിട്ടാണെങ്കിലും ആൾക്കാരുടെ എക്സ്പെർട്ട് കോളംസ് വന്നു തുടങ്ങി. പ്രേക്ഷകരുടെ ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ പങ്കുവയ്ക്കാനുള്ള ഒരു മാർഗം അവിടെ ഉണ്ടായി. അങ്ങനെ 4ാമത്തെ പേജ് പൊതുവെ മാധ്യമങ്ങളിൽ കാണുന്നത് എഡിറ്റോറിയൽ പേജായി മാറുന്നു. ഞാൻ പല ആൾക്കാരോടും ചോദിക്കുന്ന സമയത്ത് ഏറ്റവും കുറവ് ആൾക്കാർ വായിക്കുന്നത് എഡിറ്റോറിയലാണ്, ഏറ്റവും കൂടുതൽ വായിക്കുന്നത് ചരമക്കോളവുമാണ്. അപ്പോൾ നമ്മുടെ അടുത്തുള്ള ആൾക്കാർക്ക്, ഓരോ ജില്ലയിലുള്ള ആൾക്കാർക്ക് എന്ത് സംഭവിച്ചു എന്നതിനെ പ്രാദേശികമായി അറിയുന്നതിന് വേണ്ടി കൂടുതൽ ആൾക്കാർ ഉപയോഗപ്പെടുത്തുന്നു. എന്നാൽ ഒരു അഭിപ്രായ നിർമ്മിതിക്ക് വേണ്ടി അത് ഉപയോഗിക്കുന്ന ജനറൽ പോപ്പുലേഷൻ്റെ അളവ് ഒരുപക്ഷെ കുറവുമാണ്. പക്ഷെ പിന്നീട് വന്നപ്പോഴേക്കും ഇത് തമ്മിലുള്ള അതിർവരമ്പെന്ന് പറഞ്ഞത് നേർത്ത് വന്ന് ന്യൂസും വ്യൂസും കണ്ടു കഴിഞ്ഞാൽ ഏതാണ് എന്നറിയാത്ത രീതിയിലത്തേക്കുള്ള ഒരു പരിവർത്തനം പോലും സംഭവിച്ചു. ഇതിൻ്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണം, ഒരേ വാർത്ത പല മാധ്യമങ്ങൾ എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്ന് നോക്കുക. ഇത് വളരെ സൈലൻ്റായി നടക്കുന്ന ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് പ്രോസസ്സാണ്. രാഷ്ട്രീയമായ വിഷയങ്ങളായിക്കോട്ടെ, മറ്റേത് തരം വിഷയങ്ങളായിക്കോട്ടെ, ഒരേ വാർത്തയെ നമ്മുടെ നാട്ടിലുള്ള പ്രധാനപ്പെട്ട ദിനപത്രങ്ങൾ, നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങൾ എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്ന് നോക്കുക. ഓരോന്നിലും ന്യൂസിനേക്കാൾ കൂടുതൽ പ്രാധാന്യത്തോടു കൂടി അവർ പറയുന്നത് വ്യൂസാണ്. ഇപ്പോൾ പഹൽഗാം ആക്രമണവുമായി ബന്ധപ്പെട്ട് ചില ആൾക്കാർ കൂടുതലായിട്ട് പ്രൊജക്റ്റ് ചെയ്യുന്നത് സെക്യൂരിറ്റി ലാപ്സസിനെ കുറിച്ചാണ്. ചർച്ചകൾ ഉണ്ടാകുന്നത്, ലേഖനങ്ങൾ ഉണ്ടാകുന്നത്, ഒപ്പീനിയൻസ് വരുന്നത്, ഓപ്പെഡുകൾ വരുന്നത് എല്ലാം തന്നെ സുരക്ഷാ വീഴ്ചയെക്കുറിച്ചാണ്. മറ്റു ചില ആൾക്കാർ പറയുന്നത് പൊളിറ്റിക്കലി നമുക്കിതിനെ എങ്ങനെ സ്കോർ ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ദേശസ്നേഹം ഇതുവഴി എങ്ങനെ വളർത്താം, സ്ട്രാറ്റജി എങ്ങനെയാണ് ആൾക്കാരിലേക്ക് എത്തിക്കുക, പെട്ടെന്നൊരു തിരിച്ചടി ഉണ്ടാകണം എന്ന് പ്രതീക്ഷിക്കുന്ന ആൾക്കാരെ ഒന്ന് പാസിഫൈ ചെയ്ത് നിർത്താനായിട്ട് നമുക്ക് എങ്ങനെ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ പൊളിറ്റിക്കൽ ഒപ്പീനിയൻ, ഒരു വാർത്തയിലെ നിങ്ങളുടെ വ്യൂ എന്നത് നിങ്ങൾ ഏത് പത്രത്തിനെ, ഏത് മാധ്യമത്തിനെയാണ് കൂടുതൽ കൺസ്യൂം ചെയ്യുന്നത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. ഇപ്പോൾ നിങ്ങൾ കൂടുതലായിട്ടും മാതൃഭൂമിയാണ്, നിങ്ങളുടെ മാതൃഭൂമിയുടെ സബ്സ്ക്രൈബർ ആണെങ്കിൽ മാതൃഭൂമിയുടെ വാർത്ത നിങ്ങളെ കൂടുതൽ സ്വാധീനിക്കും. മാധ്യമത്തിൻ്റേതാണെങ്കിൽ മാധ്യമത്തിൻ്റേത്, ദേശാഭിമാനിയുടേതാണെങ്കിൽ ദേശാഭിമാനിയുടേത്. അപ്പോൾ ആ രീതിയിലത്തേക്ക് ഏതൊരു മാധ്യമ സ്ഥാപനവും
നിങ്ങളെ സോഷ്യലി എൻജിനീയർ ചെയ്യുന്ന രീതിയിലത്തേക്ക് ഒരുപക്ഷെ നിങ്ങളറിയാതെ നമ്മളറിയാതെ മാറിക്കഴിഞ്ഞു എന്നുള്ളതൊരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും ഒരു വാർത്ത, ആ വാർത്തയുടെ സത്യം എന്താണ് എന്നറിയണമെങ്കിൽ ഇപ്പോഴും കുറേയധികം മാനുവൽ എഫേർട്ട് വേണ്ടി വരുന്നുണ്ട്. പല സോഴ്സുകളിൽ നിന്ന് ഇൻഫർമേഷൻ എടുക്കുക, പല മാധ്യമങ്ങൾ കാണുക, പല ആൾക്കാരുടെ ഒപ്പീനിയൻ എടുക്കുക, അതിനുശേഷം ഒരു അഭിപ്രായം രൂപീകരിക്കുക. ഇപ്പോൾ ഒരു കോർട്ട് ഓർഡർ വന്നു കഴിഞ്ഞാലും ആ കോർട്ട് ഓർഡറുമായി ബന്ധപ്പെട്ട് TV ചാനലുകളിൽ രാത്രി ഒരു ചർച്ച നടക്കുന്നുണ്ടെങ്കിൽ 4 ചാനലുകളിൽ 4 തരത്തിലായിരിക്കും. ജഡ്ജ്മെൻറ്റ് ഒരെണ്ണം മാത്രമേ ഉള്ളൂ. അതിലെഴുതിയിരിക്കുന്ന ഒരേ കാര്യത്തിന് തന്നെ ഡിഫറെൻറ്റ് ഇൻ്റർപ്രിട്ടേഷൻസ് കൊടുക്കുന്ന രീതിയിലത്തേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് ഒരു പക്ഷേ ഒരു ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ യഥാർത്ഥ പങ്ക് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ന്യൂസിനെ ന്യൂസായും വ്യൂസിനെ വ്യൂസായും കാണിക്കുന്നതിനും അതിനെ പ്രചരിപ്പിക്കുന്നതിനും ആൾക്കാരിലേക്ക് എത്തിക്കുന്നതിനും കൃത്യമായിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാവുക എന്നത് ഒരു പബ്ലിക് ബ്രോഡ്കാസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ ഇവിടെ തന്നെ ഈ ചർച്ചയിൽ ഇതുവരെ പരാമർശിക്കപ്പെട്ട 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്ന് സോഷ്യൽ മീഡിയയുടെ കുത്തൊഴുക്ക്, 2 ഫേക്ക് ന്യൂസിൻ്റെ ഒരു ആധിപത്യം. ഈ 2 കാര്യങ്ങളെ ഒരു മാധ്യമ സ്ഥാപനത്തിന് എങ്ങനെ ടാക്കിൾ ചെയ്യാം? വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മുടെ നാട്ടിൽ ഒരു പ്രധാനപ്പെട്ട മാധ്യമ സ്ഥാപനം റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ ദൃശ്യങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കമ്പ്യൂട്ടർ ഗെയിമിൻ്റെ ദൃശ്യങ്ങൾ ബ്രോഡ്കാസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ഇത് എല്ലാ രീതിയിലത്തേക്കുള്ള ചെക്കിംഗ് സിസ്റ്റമുള്ള വലിയ ലെഗസിയുള്ള വലിയ ക്രെഡിബിലിറ്റിയുള്ള മാധ്യമ സ്ഥാപനം തന്നെയാണ്. പക്ഷേ ഈ രീതിയിലത്തേക്ക് വന്നു. ഞാൻ പറയുന്നത് ഏതൊരു മാധ്യമത്തിനും ഇന്ന് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മികച്ച ഒരു ഏരിയ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നത് തന്നെയാണ്. സോഷ്യൽ മീഡിയയിൽ ഡിസ്കസ് ചെയ്യുന്ന പോയിൻറ്റ്സ് എന്തൊക്കെയാണ്, ഏറ്റവും കൂടുതൽ അവിടെ ഉണ്ടാകുന്ന ചർച്ചകൾ എന്തൊക്കെയാണ്, എന്ത് തരത്തിലുള്ള ആർഗ്യുമെൻ്റാണ് അവിടെ ഫോം ചെയ്യുന്നത്, എന്ത് തരത്തിൽ ഒപ്പീനിയനേറ്റഡ് ആയിട്ടുള്ള വ്യൂസിനാണ് പ്രാമുഖ്യം, അതിൻ്റെ സത്യം എന്ത്, അതിലെ ശരിയെത്ര തെറ്റെത്ര എന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായിട്ടുള്ള ഒരു അനാലിസിസ്. ഇന്ന് ഒരുപക്ഷെ ഒരു മാധ്യമ സ്ഥാപനവും അത് ചെയ്യുന്നില്ല. ഫേക്ക് ന്യൂസിനെ പലപ്പോഴും ബസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കുറേയധികം എഫേർട്സ് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ആ എഫേർട്സ് ഒക്കെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ രാഷ്ട്രീയ താല്പര്യം എന്താണോ അതിന് ചേരുന്ന രീതിയിലത്തേക്കുള്ള വാർത്തകളെ മാത്രമാണ് ബസ്റ്റ് ചെയ്യാനായിട്ടോ എൻഡോഴ്സ് ചെയ്യാനായിട്ടോ അവർ ശ്രമിക്കുക. ന്യൂട്രലായിട്ട് ഒരാളൊരു പൊസിഷൻ എടുത്തതിന് ശേഷം ഇതാണ് ശരി ഇതാണ് തെറ്റ് എന്ന് കോൾ ഔട്ട് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന ഒരു സ്ഥാപനമില്ല. എന്തുകൊണ്ട് ആകാശവാണിക്ക് അങ്ങനെ ആയിക്കൂടാ എന്നുള്ളതൊരു ചോദ്യമാണ്. കാരണം ഇൻഫർമേഷനോ റീച്ചിനോ സോഴ്സസിനോ മറ്റാരെയും തന്നെ ആശ്രയിക്കേണ്ടതില്ലാത്ത വളരെ ആഴത്തിലുള്ള നെറ്റ്വർക്ക് ഇന്ത്യയിലുള്ള ഗ്രാമാന്തരങ്ങളിൽ, പട്ടണങ്ങളിൽ, നഗരങ്ങളിൽ എല്ലായിടത്തുമുള്ള ഒരു ബ്രോഡ്കാസ്റ്ററാണ്. അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ട് അത് സാധിക്കുന്നില്ല? പിന്നെ ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് യുവാക്കളാണ് ഒരുപക്ഷെ ആകാശവാണി കേൾക്കാത്തതെങ്കിൽ അവരെ താല്പര്യപ്പെടുത്തുന്ന രീതിയിലത്തേക്കുള്ള മാർഗങ്ങൾ പരിപാടികളായിട്ട് കൊണ്ടുവരാനായിട്ട് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? കൂടുതലായിട്ടുള്ള പോഡ്കാസ്റ്റുകൾ ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ യുവാക്കൾ ഫോളോ ചെയ്യുന്നത് പോഡ്കാസ്റ്റുകളാണ്. പോഡ്കാസ്റ്റുകൾ ആദ്യം തുടങ്ങിയിരിക്കുന്നത് കൂടുതലും ഓഡിയോ പോഡ്കാസ്റ്റുകളാണ് എങ്കിൽ ഇന്ന് അതിൻ്റെ ദൃശ്യം കൂടി ഷൂട്ട് ചെയ്തിട്ടുള്ള വീഡിയോ പോഡ്കാസ്റ്റുകളാണ് ഇന്ന് ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ളത്. നമ്മുടെ നാട്ടിലുള്ള പല FM സ്റ്റേഷനുകളും പോഡ്കാസ്റ്റുകൾ ചെയ്യുന്നത് ആദ്യം കേവലം ഓഡിയോ മാത്രമായിരുന്നുവെങ്കിൽ ഇന്ന് അവരുടെ യൂട്യൂബ് പേജുകളിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ വീഡിയോ പോഡ്കാസ്റ്റുകൾ കാണാം. ഓഡിയോ കോളംസ് ആൾക്കാർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. ഏതെങ്കിലും ഒരു രംഗത്തുള്ള എക്സ്പേർട്ടായിട്ടുള്ള ആളിനെ കൊണ്ടുവന്ന് പോഡ്കാസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ അവർക്ക് പതിവായിട്ട് ഓരോ വിഷയങ്ങളെപ്പറ്റി പ്രതികരിക്കുന്നതിനുള്ള ഓഡിയോ കോളംസ് ചെയ്യാം. അങ്ങനെ ഇന്നത്തെ ആൾക്കാർക്ക് പ്രത്യേകിച്ച് ഓൺ ദ മൂവ് വാർത്തകൾ കൺസ്യൂം ചെയ്യാൻ പോകുന്ന, ഇൻഫർമേഷൻ കൺസ്യൂം ചെയ്യാൻ പോകുന്ന ഒരു തലമുറയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കേറ്റർ ചെയ്യുന്ന രീതിയിലത്തേക്കുള്ള കൂടുതൽ കാര്യങ്ങൾ, ഞാൻ പറഞ്ഞതൊന്നും ഇന്നില്ല എന്നല്ല, AI ഉപയോഗമാണെങ്കിലും ഓൺ ഡിമാൻഡ് കോണ്ടൻ്റ് ആണെങ്കിലും നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മൊബൈൽ ആപ്പ് ഡ്രിവൺ കോണ്ടൻ്റ് ആണെങ്കിലും ഇതെല്ലാം ഇന്നുമുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് ഇത് എത്രത്തോളം, ഇതിനെത്ര പ്രാമുഖ്യം, എത്ര ശതമാനം ഓഡിയൻസിനെ നമ്മൾ ഇതുവഴി ടാർഗറ്റ് ചെയ്യുന്നു എന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ളൊരു പ്ലാൻ ഉണ്ട് എങ്കിൽ റേഡിയോ എന്ന മാധ്യമത്തിന് പേര് കേൾക്കുന്ന സമയത്ത് ആകാശവാണി റേഡിയോ എന്ന് തോന്നുന്നത് കേവലം നമ്മുടെ ഒരു ഇനീഷ്യൽ ഇംപ്രഷൻ എന്നതിനപ്പുറത്തേക്ക് കോണ്ടൻറ്റിനെ, അതിൻ്റെ മീഡിയംസിനെ ഒക്കെ തന്നെ ഡൈവേഴ്സിഫൈ ചെയ്യാനുള്ള ഒരു വലിയ സാധ്യത ഇപ്പോഴുമുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ആ നിലയ്ക്കുള്ള പ്രവർത്തനങ്ങൾ,
നേരത്തെ ഇവിടെ തന്നെ സൂചിപ്പിച്ചതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ എങ്ങനെയാണ് ബ്രോഡ്കാസ്റ്റിന് കൊണ്ടുവരിക, കൃത്യമായ രീതിയിലത്തേക്കുള്ള അനാലിസിസ്, ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഇന്നും ഏറ്റവും കൂടുതൽ പ്രാമുഖ്യത്തോടു കൂടി മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സ്ഥാപനം തന്നെയാണ് ആകാശവാണി എന്ന കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. ഓൺ ഡിമാൻഡ് കോണ്ടൻറ്റ് ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഈ ആമസോൺ അലക്സ പോലെയുള്ള, അല്ലെങ്കിൽ ആപ്പിൾ ഹോം പോഡ് പോലെയുള്ള, ഗൂഗിൾ ഹോമുള്ള ഇതൊക്കെ ഉപയോഗിക്കാത്ത വീടുകളുടെ എണ്ണം ഇന്ന് കുറവാണ്. ഞാൻ പറയുന്നത്, എനിക്ക് ഇന്ന് 10 മണിക്കുള്ള ആകാശവാണി ന്യൂസ് കേൾക്കണം ഓൺ ഡിമാൻഡ്. എനിക്കത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. ആ രീതിയിലത്തേക്കുള്ള ഇൻ്റഗ്രേഷൻ ഉണ്ടാകണം. സാധ്യമാണ്, വളരെ സിമ്പിളായിട്ടുള്ള സാധ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം വളരെ നിഷ്പക്ഷമായ രീതിയിലത്തേക്കുള്ള വാർത്തകൾ കിട്ടാൻ, കോണ്ടൻറ്റ് കൺസ്യൂം ചെയ്യാൻ, നേരത്തെ പറഞ്ഞതുപോലെ ഒപ്പീനിയൻസ് കിട്ടാൻ ഒക്കെ തന്നെ ഉള്ള എല്ലാ സാധ്യതകളെയും, അത് നെറ്റ്വർക്കിൻ്റെ ആഴവും പരപ്പും കൊണ്ടാണെങ്കിലും സാങ്കേതിക വിദ്യയുടെ സ്വീകാര്യത കൊണ്ടാണെങ്കിലും ഒക്കെ തന്നെ സാധിക്കുന്ന ഒരു മാധ്യമമാണ്. ഇന്നുള്ള അളവിലല്ല, മറിച്ച് മറ്റേതൊരു മാധ്യമ സ്ഥാപനത്തിനും കഴിയുന്നതിനേക്കാൾ കൂടിയ സ്കെയിലിൽ അതിനെ കൊണ്ടുപോയി വലിയ പ്രചാരം കൊണ്ടുവരുന്നതിന് സാധിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ആ നിലയ്ക്കുള്ള പ്രവർത്തനങ്ങൾ കൂടി ഇനി ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്. നമുക്കിനി ശ്രീ ജേക്കബ് ജോർജ് സാറിലേക്ക് വരാം. അദ്ദേഹം വലിയ പാരമ്പര്യമുള്ള മാധ്യമ പ്രവർത്തകൻ, നമ്മളുടെ അടിസ്ഥാനപരമായി തന്നെ നമ്മളുടെ മാധ്യമ രംഗത്ത് ഇടപെടുന്നയാൾ. നമ്മളുടെ മാധ്യമ ചർച്ചകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തെ. വളരെ വിവേകത്തോടുകൂടി പ്രശ്നങ്ങളെ സമീപിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ്. അദ്ദേഹത്തെ കേൾക്കാൻ നമുക്ക്. ഞാൻ മാതൃഭൂമിയിലാണ് ജോലി ചെയ്യുന്നതെങ്കിലും മറ്റ് പത്രങ്ങൾ രാവിലെ വായിച്ചു നോക്കി വേണം ഓഫീസിൽ പോകാൻ. കാരണം നമുക്ക് എന്ത് മിസ് ചെയ്തു, നമ്മളെന്ത് സ്കോർ ചെയ്തു എന്നതിനേക്കാൾ പ്രധാനം നമുക്കെന്ത് മിസ് ചെയ്തു. മനോരമ ഏതൊക്കെ അധികം കൊടുത്തിട്ടുണ്ട്, അതിൽ എനിക്ക് ചില ഏരിയാസ് ഉണ്ടാവുമല്ലോ. വിദ്യാഭ്യാസം എൻ്റെ ഒരു മേഖലയായിരുന്നു. പൊളിറ്റിക്സ് പ്രധാനമായിട്ടും നമ്മുടെയൊക്കെ ഒരു മേഖലയാണ്. രാഷ്ട്രീയമായിട്ട് ഏതെങ്കിലും സ്റ്റോറി മനോരമ അടിച്ചിട്ടുണ്ടോ? അതുപോലെ മനോരമയെ നോക്കുന്നുണ്ട് കേട്ടോ. രാവിലത്തെ മീറ്റിങ്ങിൽ മാതൃഭൂമി എത്ര ഉണ്ടെന്ന് അവർ നോക്കും, ഏതൊക്കെയാണ് അടിച്ചേക്കുന്നത് നോക്കും. തലവേദനയാണ്. ഞങ്ങൾ അങ്ങോട്ട് തലവേദന ഉണ്ടാക്കി കൊടുക്കും, അവരിങ്ങോട്ട് ഞങ്ങൾക്കും തലവേദന ഉണ്ടാക്കി തരും. ഞങ്ങൾ വലിയ കൂട്ടാണ് തന്നെ. തിരുവനന്തപുരത്തെ ഞങ്ങൾ പത്രക്കാർ, മനോരമയും മാതൃഭൂമിയും ഞങ്ങളൊക്കെ വലിയ കൂട്ടുകാരാണ്. കാര്യം ശരിയാണ്. ഞാൻ പറഞ്ഞു തുടങ്ങുന്നത് ആകാശവാണിയെക്കുറിച്ചാണ്. നമ്മൾ പഠിക്കുന്ന കാലത്ത് ഇങ്ങനെ എനിക്കൊരു കൊച്ചു ടേപ്പ് റെക്കോർഡർ, ആ പണ്ടാരണ്ട കൊണ്ട് തന്നതാ, അതിങ്ങനെ നമ്മുടെ കൂടെ തന്നെ കാണുമായിരുന്നു. അതിനകത്ത് വാർത്തയുണ്ട്, പാട്ടുണ്ട്. ഞാനിങ്ങനെ ശ്രീയത്തിനോട് ഞങ്ങളിങ്ങനെ വന്നപ്പം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, ശ്രീലങ്ക റേഡിയോ ഉണ്ട്, സരോജിനി ശിവലിംഗം, ഇങ്ങനെ പാട്ടിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. അത് കേട്ട് ഇങ്ങനെ പഠിക്കുക എന്നാണ് വെയ്പ്പ്. അതിനിടയ്ക്ക് പഠിത്തമൊക്കെ നടക്കും കേട്ടോ. പക്ഷേ ആകാശവാണി, അതിൻ്റെ ശബ്ദം നമ്മുടെ കൂടെ ഇങ്ങനെ രാത്രി അന്തം വരെ ഉണ്ടാവും. കിടക്കുന്നിടം വരെയും ആകാശവാണി നമ്മുടെ കൂടെ തന്നെ കാണും. അത് വീട്ടിലാരും കാണാതിരിക്കാൻ മടിയിലൊക്കെ വെച്ചേക്കും, ചെറിയ ശബ്ദത്തിലൊക്കെ ഇങ്ങനെ പാട്ടിങ്ങനെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ പാട്ടുണ്ട്. അതാണ് ആകാശവാണിയുടെ എൻ്റെ ജീവിതത്തിൻ്റെ ചരിത്രം, എൻ്റെ ജീവിതത്തിലെ ചരിത്രം. അന്ന് മാർഷൽ മക്ലൂഹൻ എന്നൊരു കമ്മ്യൂണിക്കേഷൻ ശാസ്ത്രജ്ഞൻ, കാനഡക്കാരനാണ്, അമേരിക്കയിലൊക്കെയാണ് പഠിപ്പിച്ചതും. പിന്നെ അദ്ദേഹം കാനഡയിലേക്ക് പോയി. അദ്ദേഹം കുറേ സിദ്ധാന്തങ്ങൾ കൊണ്ടുവന്നു. അതിലേറ്റവും പ്രധാനം 1911 മുതൽ 1980 വരെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതകാലം, 1911 to 1980. അദ്ദേഹം പറഞ്ഞൊരു വലിയ വാചകം, മീഡിയം ഈസ് ദ മെസ്സേജ്, മാധ്യമമാണ് സന്ദേശം. ഞാനൊന്ന് ഓർത്തു, ഷടാ, പണ്ട് ഞാൻ എൻ്റെ റേഡിയോ ഇങ്ങനെ കൈ കൊണ്ട് നടന്ന് വായിക്കാനും പഠിക്കാനൊക്കെ പോകുമ്പോഴും പറമ്പിൽ പോകുമ്പോഴും ഒക്കെ നമ്മുടെ കയ്യിൽ റേഡിയോ കാണും. എന്താ? മീഡിയം ഈസ് ദ മെസ്സേജ്, മാധ്യമമാണ് സന്ദേശം എന്ന വലിയ സത്യം. അത് സത്യമായിട്ട് ഒരു തത്വമായിട്ട് മാർഷൽ മക്ലൂഹൻ അവതരിപ്പിച്ച് പാഠപുസ്തകത്തിലാക്കി ഞാനത് പഠിക്കാനെടുക്കുമ്പോഴാണ്, ചേടാ, ഇതാണല്ലോ അതിൻ്റെ നിത്യമായ യഥാർത്ഥമായ സത്യം എന്ന് മനസ്സിലാക്കുന്നത്. കേരളത്തിലെ പത്രങ്ങൾ, ഞാൻ ഈ സോഷ്യൽ മീഡിയയെക്കുറിച്ച് നമ്മൾ പലരും സംസാരിക്കുന്നത് കേട്ടു, ഞാനതിലേക്കൊന്നും കിടക്കുന്നില്ല. കേരളത്തിലെ പത്രങ്ങൾ
ലോക നിലവാരമുള്ളവ തന്നെയാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വാഷിങ്ടൺ പോസ്റ്റ് പോലെ, ലണ്ടൻ ടൈംസ് പോലെ അതേ നിലവാരത്തിലുള്ള പത്രങ്ങളാണ് കേരളത്തിലുള്ളത്. കെട്ടിൽ, മട്ടിൽ, ഭാഷയിൽ, അതിൻ്റെ ലുക്കിൽ, സൗന്ദര്യത്തിൽ എല്ലാം. കാരണം കേരളത്തിലെ പത്രങ്ങൾ, ഞങ്ങളുടെ പത്രപ്രവർത്തക യൂണിയൻ, ഞാനിവിടുത്തെ ജില്ലാ പ്രസിഡൻറ്റും കേരളത്തിൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റും ഒക്കെ ആയിരുന്നു. നമ്മൾ കേരളത്തിൽ പല ആരോപണങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. കേരളത്തിൽ ഏതെങ്കിലും ഒരു പത്രക്കാരൻ, മുഖ്യധാരയിലെയോ ഏതെങ്കിലും ഒരു പത്രക്കാരൻ ഏതെങ്കിലും ഒരു സ്കാമിൽ, ഏതെങ്കിലും ഒരു ആരോപണത്തിൽ കുടുങ്ങിയിട്ടുണ്ടോ? നമ്മളൊക്കെ രാഷ്ട്രീയക്കാരുമായിട്ട് എത്ര കണ്ട് അടുത്ത് ഇടപെടുന്നവരാണ്. പക്ഷേ നമ്മൾ ആരും പെട്ടിട്ട്, ഇവരെല്ലാവരും അങ്ങനെ തെറ്റായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നവരല്ല. ഞാൻ സാമാന്യേന ഒരു കമൻറ്റ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ലോകത്തിലെ എല്ലാ പത്രങ്ങളോടും ഒപ്പം നിൽക്കുന്ന, കിടപിടിച്ച് നിൽക്കുന്ന പത്രങ്ങളാണ് കേരളത്തിൽ. പക്ഷേ ആ പട്ടികയിൽ കേരളത്തിൽ ടെലിവിഷനെ കൂട്ടാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് എന്ന് മാത്രം ഞാൻ അഭിപ്രായപ്പെട്ടുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഒരിക്കൽ കൂടി 75 വയസ്സ് പൂർത്തിയാക്കുന്ന ആകാശവാണിക്ക് മനസ്സിൽ നിന്നുള്ള നന്ദിയും കടപ്പാടും അഭിനന്ദനവും രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ഞാൻ നേരത്തെ ഇവിടെ സംസാരിച്ച പലരും പറഞ്ഞ കാര്യങ്ങൾ പലതിനോടും യോജിക്കുന്നു. പക്ഷേ ശ്രീജിത്ത് പറഞ്ഞത് ഒരുപക്ഷെ ശ്രീജിത്ത് എന്നേക്കാൾ ചെറുപ്പമാണ്. എനിക്ക് 53 വയസ്സാണ്. ഞാൻ റേഡിയോയെ ട്രാൻസിസ്റ്ററുമായിട്ട് യഥാർത്ഥത്തിൽ ഇന്ദിരാഗാന്ധി മരണപ്പെടുമ്പോൾ 84 ഞാനന്ന് 8ൽ പഠിക്കുകയാണ്. അപ്പോൾ തിരുവല്ലയിലാണ് പഠിക്കുന്നത്. അപ്പോൾ ട്രാൻസിസ്റ്റർ ക്രിക്കറ്റ് കമൻട്രി കേൾക്കാൻ വേണ്ടി കൊണ്ടുപോയ ട്രാൻസിസ്റ്റർ എൻ്റെ ബാഗിൽ ക്ലാസ്സിലുണ്ട്. അന്നിത് പിന്നെ പുറത്തെടുത്തു. അങ്ങനെയാണ് ടീച്ചേഴ്സ് പിന്നെ ഇതിന് ശേഷം മടങ്ങി വന്നപ്പോൾ ഇനി മേലാൽ സ്കൂളിൽ ട്രാൻസിസ്റ്റർ കൊണ്ടുവരരുത് എന്ന് പറഞ്ഞു. അപ്പോൾ വയലും വീടും, രഞ്ജിനി, ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ചലച്ചിത്രഗാനങ്ങൾ, റേഡിയോ നാടകങ്ങൾ, ഇതെല്ലാം നിങ്ങൾ പലരെ പോലെ എൻ്റെയും ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു. ഞാൻ വിചാരിക്കുന്നത് ഇപ്പോഴും പ്രഭാതപേരി എന്നുള്ള പരിപാടിക്ക് വേണ്ടി പലപ്പോഴും വിളിച്ച് നമ്മുടെ കമൻറ്റ് എടുക്കാറുണ്ട്, കോഴിക്കോട് നിന്നുമൊക്കെ എടുക്കാറുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഫോൺ വിളികൾ വരുമ്പോഴാണ് ഇതിപ്പോഴും വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്ന ഓഡിയൻസ് ഉള്ള ഒരു മാധ്യമമായി തുടരുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ നേരത്തെ ഉള്ളതുപോലെ ആകാശവാണി അങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി കൊണ്ടു നടക്കുന്നില്ല. ഇപ്പോൾ മറ്റു പല ദൃശ്യമാധ്യമങ്ങളൊക്കെ കാണുന്നുണ്ട്. ഞാനിത് പലപ്പോഴും ഞാൻ അന്നേരം വിചാരിച്ചിട്ടുണ്ട്, ഇതെന്തുകൊണ്ടാണ് ഇത് ഇത്രയും ശക്തമായി നിലകൊള്ളുന്നത്. അപ്പോൾ അവിടെ നേരത്തെ ശ്രീജിത്ത് പറഞ്ഞതിൽ നിന്ന് വിഭിന്നമായ ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത്. എൻ്റെ വിചാരം, ഈ ഓഡിയോ മീഡിയയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ദൃശ്യമാധ്യമങ്ങളാണെങ്കിൽ നിങ്ങളവിടെ ലോക്ക്ഡാണ്. ഈ മൾട്ടി പ്രോസസ്സിങ് പിന്നെ സാധ്യമല്ല. നിങ്ങളത് കണ്ടുകൊണ്ടിരുന്നാൽ അത് കണ്ടുകൊണ്ടിരിക്കുക. അതേസമയം ഈ ഓഡിയോ മീഡിയ ആണെങ്കിൽ നിങ്ങൾ മറ്റ് പല കാര്യങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം ഇത് കേൾക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അതൊരു ഞങ്ങൾ IT പ്രൊഫഷണൽസിൻ്റെ ഒരു സാങ്കേതിക പദത്തിൽ പറഞ്ഞാൽ അതൊരു ബാക്ക്ഗ്രൗണ്ട് ജോബാണ്. അതവിടെ ഓടിക്കൊണ്ടിരിക്കും, നമ്മുടെ അടുത്ത് രജിസ്റ്റർ ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് നമ്മളെപ്പോലെ തൊഴിലില്ലാതെ ഇതിൻ്റെ മുന്നിൽ ഇരിക്കുന്നവരല്ലാതെ ബാക്കി മറ്റ് ജോലികളോടൊപ്പം ശ്രദ്ധിക്കേണ്ടവരെ സംബന്ധിച്ചിടത്തോളം ഇതിപ്പോഴും വളരെ ശക്തമായിട്ട് അവരുടെ ഒരു വാർത്താമാധ്യമമാണ്, മറ്റ് എൻ്റർടൈൻമെൻറ്റ് മീഡിയയാണ്. അതുകൊണ്ട് റേഡിയോയ്ക്ക് ഉള്ള ഒരു സ്ഥാനം നമ്മുടെ ഈ സമൂഹത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു സ്ട്രാറ്റ വെച്ചിട്ട് പ്രത്യേകിച്ചും അത് തീർച്ചയായിട്ടും നിലനിൽക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൽ ഓൺ ഡിമാൻഡ് കണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യാവുന്ന, നേരത്തെ പറഞ്ഞ പോലെ ഓഡിയോ കണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യാവുന്ന പോഡ്കാസ്റ്റ് പോലെയുള്ളത് കുറച്ചുകൂടി ശക്തമായി ആലോചിക്കാവുന്നതാണ് എന്നാണ് ഈ വാർഷിക ആഘോഷ പരിപാടിയിൽ എനിക്ക് നിർദ്ദേശിക്കാനുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു ഓഡിയോ മീഡിയ എന്നുള്ള രീതിയിൽ ആകാശവാണിയുടെ സ്ട്രെങ്തും അതിൻ്റെ റീച്ചും
ദൂരദർശനേക്കാൾ അധികമാണ് എന്നാണ് ഞാൻ പലപ്പോഴും വിചാരിക്കുന്നത്, മനസ്സിലാക്കിയിട്ടുള്ളത്. നമ്മുടെ വർത്തമാനകാല ഭാവി മാധ്യമത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നതെന്ന് അറിയാം. ഇവിടെ പറഞ്ഞ സോഷ്യൽ മീഡിയ യുടെ അതിപ്രസരം ഒക്കെ പറഞ്ഞു. അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്, ഇപ്പം ഞാനൊരു ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ്. പക്ഷേ ഞാൻ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നില്ല. ഒരു ടൂളും ഫേസ്ബുക്കോ ഓർക്കുട്ടോ അങ്ങനെയുള്ള ഒന്നും ഞാൻ ഇന്നുവരെ സൈനപ്പ് ചെയ്തിട്ട് പോലുമില്ല, ഉപയോഗിച്ചിട്ടേ ഇല്ല. ഉപയോഗിക്കുന്നത് നിർത്തിയതല്ല. അതിനൊരു കാരണമുണ്ട്. അതിൻ്റെ കാരണം ഇന്നത്തെ ഈ സോഷ്യൽ മീഡിയ മാധ്യമങ്ങളൊന്നും മനുഷ്യർക്ക് വേണ്ടി നിർമ്മിച്ചിട്ടുള്ളതല്ല എന്നാണ് എൻ്റെ പക്ഷം. ഒരു ആപ്ലിക്കേഷൻ പ്രോഗ്രാമർ എന്നുള്ള രീതിയിൽ എന്നോട് ഒരു സോഷ്യൽ മീഡിയ ടൂള് വികസിപ്പിക്കാൻ ആരെങ്കിലും ഏൽപ്പിച്ചാൽ, ഇപ്പം നമ്മൾ ആലോചിക്കേണ്ടത് മനുഷ്യരുടെ സ്വാഭാവികമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ ഈ മാധ്യമങ്ങൾ എന്നുള്ളത് ഒരു നൗണായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അതൊരു വെർബോ ഒരു ആഡ്ജക്റ്റീവോ ആണ്, ചെയ്യുന്ന പ്രവൃത്തിയാണ്. ഇത് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഒരു തരത്തിൽ നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് വാർത്ത അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു വിവരം എത്തിക്കുക എന്നുള്ള പ്രവൃത്തി ചെയ്യുന്നത് കൊണ്ടാണ് അതിന് നമ്മൾ ഫ്രീസർ എന്നൊക്കെ പറയാറുള്ളത് പോലെ ആ പ്രവൃത്തി അങ്ങ് നാമമായി മാറിയതാണ്. അതാണ് മാധ്യമങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് മാധ്യമങ്ങൾ ചെയ്യുന്നത്? മനുഷ്യരുടെ കമ്മ്യൂണിക്കേഷനിൽ പലതരത്തിലുള്ള കമ്മ്യൂണിക്കേഷനുണ്ട്. 1-to-1 കമ്മ്യൂണിക്കേഷനുണ്ട്, 1-to-many ഉണ്ട്, many-to-many ഉണ്ട്. 1-to-1 എന്ന് പറയുന്നത് നമ്മൾ സ്വകാര്യമായി ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ. അതിന് തുല്യമായി നമ്മൾ ഇമെയിലും മറ്റ് പുതിയ സാങ്കേതിക വിദ്യ വന്നപ്പം അത് നമ്മൾ കൊണ്ടുവന്നു. അപ്പോൾ നമ്മൾ നേരത്തെ അടുത്ത് നിന്ന് മാത്രം സംസാരിക്കാമായിരുന്നെങ്കിൽ കത്തിലൂടെ ചെയ്യാവുന്ന കാര്യം ലോകത്തിൻ്റെ ഏത് സ്ഥലത്തും അതിവേഗം എത്തിക്കാവുന്ന രീതിയിൽ ഈ സാങ്കേതികവിദ്യ അത് ചെയ്യുന്നു. 1-to-many എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ചെയ്യുന്നത്, നേരത്തെ നമുക്ക് പറ്റുന്ന ഇതായിരുന്നു, ഇതുപോലൊരു ആംപ്ലിഫയർ ഉണ്ടെങ്കിൽ സംസാരിക്കുന്നത് കുറച്ച് പേരോട്, ഇപ്പോൾ ഞാൻ നിങ്ങളോട് എല്ലാവരോടും സംസാരിക്കുന്നത് പോലെ സംസാരിക്കുക. അതിനെ മാക്സിമൈസ് ചെയ്യുക എന്നുള്ള രീതിയിൽ വെബ്സൈറ്റ് ഉണ്ട്. ഇപ്പോൾ ഈ പറയുന്ന പത്രമാധ്യമങ്ങളുടെ ഡിജിറ്റൽ വെർഷനൊക്കെ അങ്ങനെയാണ്. അതേസമയം മെനി-ടു-മെനി എന്ന് പറയുന്നത് നമ്മുടെ തെരുവിലെ സംഭാഷണങ്ങൾക്ക് തുല്യമായ ഒരു മാധ്യമം സൃഷ്ടിക്കലാണ് സോഷ്യൽ മീഡിയ ചെയ്തത്. ഇത് പലപ്പോഴും നമ്മൾ തിരിച്ചറിയാത്തതുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ ഫേക്ക് ഐഡിയാണ്, അവിടുന്ന് വ്യാജ വാർത്ത വരികയാണെന്നൊക്കെ പറയുന്നത്. നമ്മൾ ഒരു റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു ആക്സിഡൻറ്റ് കണ്ടാൽ ഞാൻ തെരുവിൽ കാണുന്ന ആൾക്കാരോട് ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ഒരാൾ പറയും കാർ അതിവേഗത്തിൽ വന്നതാണ്, മറ്റൊരാൾ പറയും അലക്ഷ്യമായി റോഡ് മുറിച്ച് കടന്നതാണ് അപകടത്തിന് കാരണം. അപ്പോൾ എന്നോട് സംസാരിക്കുന്ന എല്ലാം അപരിചിതരാണ്. ഇവരുടെ ഒന്നും മേൽവിലാസമോ ആധാർ കാർഡോ ഒന്നും ഞാൻ ചോദിച്ചിട്ടില്ല. പക്ഷേ ഈ അപരിചിതരിൽ നിന്ന് ഞാൻ ഒരു അഭിപ്രായം രൂപീകരിക്കുകയാണ്. അപ്പോൾ എൻ്റെ കാഴ്ചയിൽ ആരാണ് ക്രെഡിബിൾ എന്ന് തോന്നുന്നതൊക്കെ വെച്ചിട്ട് ഞാൻ രൂപീകരിക്കുകയാണ്. ഇനി പരിചയമുള്ള ഒരാളെ അവിടെ കണ്ടാൽ ആ ആൾ പറയുന്നതിന് ചിലപ്പോൾ ഞാൻ കൂടുതൽ വെയിറ്റേജ് കൊടുത്തേക്കാം. ഇതാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ട് സോഷ്യൽ മീഡിയ കോൺവെർസേഷൻസ് എന്ന് പറയുന്നതിന് ഈ തെരുവിലെ സംഭാഷണങ്ങൾക്ക് തുല്യമാണ് എന്നുള്ളത് നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ ഞാനിത് ഉപയോഗിക്കാത്തതിൻ്റെ കാരണം, അപ്പോൾ എന്നോടൊരു ആപ്ലിക്കേഷൻ പ്രോഗ്രാമർ എന്നുള്ള രീതിയിൽ ഇത് വികസിപ്പിക്കാൻ പറഞ്ഞാൽ വാർത്തയുടെ സ്വഭാവം എന്താണ്? വാർത്ത കാട്ടുതീ പോലെ പടർന്നു എന്നാണ് നമ്മൾ പറയാറ്. എന്ന് പറഞ്ഞാൽ ഒരു മരത്തിൽ നിന്ന് മറ്റൊരു മരത്തിലേക്ക് വൈറലായി, ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് അതിവേഗം പടരുക എന്നുള്ളത് വാർത്തയുടെ സ്വഭാവമാണ്. അതിനെ മാക്സിമൈസ് ചെയ്യുക, ദാറ്റ് ഈസ് ഫൈൻ. പക്ഷേ ഒരു എൻഡ് യൂസറുണ്ട്. ആ എൻഡ് യൂസർ എന്ന് പറയുന്ന മനുഷ്യന് ചില പ്രത്യേകതകളുണ്ട്. മറവിയില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് നമ്മൾ കാലം മുറി ഉണക്കിയെന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഫേസ്ബുക്ക് ഈസ് ഡിസൈൻഡ് ഇൻ സച്ച് എ വേ ദാറ്റ് യു റൈറ്റ് എവറിത്തിങ് ഓൺ ദ വാൾ ആൻഡ് ദി വാൾ ഫോളോസ് യു വെയർ എവർ യു ഗോ. നിങ്ങളെ മറക്കാൻ അനുവദിക്കത്തില്ല. ഇത് ഒരു സാങ്കേതിക വിദ്യയുടെ കൺസ്ട്രെയിൻ്റ് അല്ല. ഇത് മറിച്ച് അവരുടെ റവന്യൂ മോഡൽ അങ്ങനെയാണ്. നിങ്ങൾക്ക് സ്വകാര്യതയില്ല എന്നും നിങ്ങൾ പുതിയ കാലഘട്ടത്തിലെ ഈ സാങ്കേതികവിദ്യയൊക്കെ ഉപയോഗിക്കണമെങ്കിൽ നിങ്ങളുടെ സ്വകാര്യത അടിയറ വെച്ചുകൊണ്ടേ പറ്റൂ എന്നും പറയുന്നത് നിങ്ങളുടെ വിവരങ്ങൾ കച്ചവടമാക്കാനുള്ള ഒരു തന്ത്രത്തിൻ്റെ ഭാഗമായി അവരൊരു പുതിയ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യാണ്.
ഇതാണ് അവിടെ സംഭവിച്ചത്. പക്ഷേ ഇത് പറയുമ്പോഴും സോഷ്യൽ മീഡിയയുടെ കൂടുതൽ പ്രൈവസി ബിൽറ്റിൻ ചെയ്ത പുതിയ ടൂളുകൾക്ക് വേണ്ടിയും സോഷ്യൽ മീഡിയ നിലനിൽക്കേണ്ടതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയും ശക്തമായി വാദിക്കുന്ന ആളാണ് ഞാൻ അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയ നിഷേധിക്കാത്തത്. അതിൻ്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ എഡിറ്റോറിയൽ സ്പേസ് ഉള്ളപ്പോൾ വാർത്ത നിഷ്പക്ഷവും ക്രെഡിബിളും ആയിരുന്നു എന്ന് പറയുന്നതിനെ ഞാൻ ഉൾക്കൊള്ളുകയോ വിശ്വസിക്കുകയോ ചെയ്യുന്നില്ല. പലപ്പോഴും ഈ സൗഹൃദ വട്ടമേശകളിൽ ഇരുന്നുകൊണ്ട് പല വാർത്തകളും മുക്കപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് സോഴ്സസിന് അവരുടെ വാർത്ത പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ എഡിറ്റിംഗ് കൊണ്ട് മാത്രം ക്രെഡിബിലിറ്റി ഉണ്ടാവില്ല. അത് പലപ്പോഴും അധികാര സ്ഥാനങ്ങളോട് കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആർക്കും വാളെടുത്തവനെല്ലാം വെളിച്ചപ്പാട് ആർക്കും ജേർണലിസ്റ്റ് ആകാം, അവരാകട്ടെ. അപ്പോൾ വ്യാജ വാർത്തകളെ തടുക്കേണ്ടത് യഥാർത്ഥ വാർത്തകൾ കൊണ്ടാണ്. എന്തുകൊണ്ടാണ് ഈ വ്യാജ വാർത്തകളെ സർക്കാർ ഭയക്കുന്നത്? സർക്കാരിന് ക്രെഡിബിലിറ്റി ഇല്ലാത്തതുകൊണ്ടാണ്. ഇറങ്ങി നിന്ന് സംസാരിച്ചാൽ വിശ്വാസ്യതയില്ലാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ അവർ പറയുന്നതിനെ ജനം വിശ്വസിക്കുമായിരുന്നു. ഈ തെരുവിൽ കാണുന്ന അപരിചിത ശബ്ദത്തെ ജനങ്ങൾ കൂടുതൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് ഇപ്പോൾ നമുക്ക് വിശ്വാസ്യത ഉണ്ടാവേണ്ട ആൾക്കാർക്ക് അതില്ലാത്തത് കൊണ്ടാണ്. അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ അധികാരം ഏൽപ്പിച്ച, സത്യത്തെ കുഞ്ഞാമൻ സാർ എന്നെ കറക്റ്റ് ചെയ്തിട്ടുള്ള, അധികാരമെന്ന് പറയരുതെന്നാണ്. അത് നമ്മൾ ഏൽപ്പിച്ചിട്ടില്ല, അഡ്മിനിസ്ട്രേഷൻ ഏൽപ്പിച്ച എന്നാണ് പറയേണ്ടത്. നമ്മൾ തൽക്കാലത്തേക്ക് അഡ്മിനിസ്ട്രേഷൻ ഏൽപ്പിച്ചവർ, അവർക്ക് അക്കൗണ്ടബിലിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പാർലമെൻ്ററി ജനാധിപത്യം തിരഞ്ഞെടുത്തത്. അവർ ചെയ്യുന്ന ഓരോ നടപടിയും നമ്മുടെ ജനപ്രതിനിധി സഭയെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ പ്രസിഡൻഷ്യൽ രീതി വേണ്ട, പാർലമെൻ്ററി രീതി മതി എന്ന് തിരഞ്ഞെടുത്തത്. അപ്പോൾ ഈ സാങ്കേതികവിദ്യ അനുസരിച്ച് മന്ത്രിസഭാ യോഗത്തിന് പിന്നെയും 10 രൂപ കൊടുത്ത് അപേക്ഷ കൊടുത്തത് ഞാൻ കാത്തിരിക്കുന്ന എന്തിനാ? എനിക്ക് വിവരാവകാശമില്ലേ? എന്താ ഇവർ ഈ സാങ്കേതികവിദ്യ അനുസരിച്ച് ഈ നോട്ട് ഫയലുകളും പ്രസിദ്ധീകരിക്കാത്തത്? അതിനെന്തിനാ ഒരു അപേക്ഷകൻ? ഞാനൊരു പൗരൻ എന്നുള്ള രീതിയിൽ എൻ്റെ ഡ്യൂട്ടീസ് അല്ലാതെ ഞാൻ ചെയ്യുന്ന എല്ലാ ക്രയവിക്രയങ്ങളും അറിയേണ്ട കാര്യം ഇവർക്കില്ല. ഇവർ പക്ഷേ എന്തിനാണ് എൻ്റെ ഓരോ നീക്കങ്ങളെയും നിരീക്ഷിക്കാൻ വേണ്ടി ആധാർ പോലത്തെ പുതിയ സംവിധാനം ഉണ്ടാക്കുന്നത്? അപ്പം ഞാൻ പറയാൻ വന്നത്, സാങ്കേതികവിദ്യ ഉണ്ട്, വേർ ഡാറ്റ ക്യാൻ ഫ്ലോ. ഏത് ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യുന്നു എന്നുള്ളത് അധികാരം തീരുമാനിക്കും. നിയമപരമായി ഞാൻ അഡ്മിനിസ്ട്രേഷൻ ഏൽപ്പിച്ചവർ ചെയ്യുന്ന പ്രവൃത്തി ഓരോ പൗരനിലേക്കും ഒഴുകിയെത്തേണ്ടതാണ്. ഈ സാങ്കേതികവിദ്യ നിർബാധം ഒഴുക്കിന് അവസരം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അത് തടയപ്പെടുന്നു. അതിനൊരുപാട് ചട്ടങ്ങൾ ഉണ്ടാക്കപ്പെടുന്നു. തിരിച്ച് ഇവിടെ നിന്ന് ഇൻഫർമേഷൻ അങ്ങോട്ട് എടുക്കുന്നു. കൊറാബറേറ്റീവ് എവിഡൻസ് വെച്ച് ശിക്ഷിക്കപ്പെടാവുന്ന ഒരു നാട്ടിൽ ഇവിടുത്തെ പല ആക്ടിവിസ്റ്റുകളും ജേർണലിസ്റ്റുകളും എങ്ങനെയാണ് ഒതുക്കപ്പെട്ടതെന്ന് നമുക്കറിയാം. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് മാധ്യമങ്ങൾ എന്നുള്ളത് ഏതാനും പേർക്ക് മാത്രമായിട്ട് കൊടുത്താൽ അവിടെ ട്രാൻസ്പെറൻസി ഉണ്ടാവില്ല. അതുകൊണ്ട് എല്ലാവരും ആവട്ടെ. ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത് ഈ 1 to many കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതിൽ മാധ്യമ സ്ഥാപനങ്ങളാകാം, വ്യക്തികളാകാം, ആരുമാകാം, അതവർ ഹാർഡായിട്ട് ഏൺ ചെയ്യേണ്ട ഒന്നാണ്. അത് ജനങ്ങളുടെ അടുത്ത് നിന്ന് സമ്പാദിക്കുക എന്ന് പറയുന്നതിന് വലിയ വില കൊടുക്കേണ്ടി വരും. ആ വില കൊടുക്കുന്ന മാധ്യമങ്ങൾ സർവൈവ് ചെയ്യട്ടെ, അല്ലാത്തവർ ഇതിൽ പട്ടുപോകട്ടെ. അങ്ങനെ മാത്രമേ ജനങ്ങളുടെ പൊതു താല്പര്യം സംരക്ഷിക്കപ്പെടൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിനെ തടയാൻ ശ്രമിക്കുന്നത് നടക്കില്ല. അത് ട്രാക്ടർ തടയാൻ ശ്രമിച്ചതുപോലെ, കമ്പ്യൂട്ടർ തടയാൻ ശ്രമിച്ചതുപോലെ, ഇപ്പോൾ വ്യാജ CD എന്നും പറഞ്ഞ് സിനിമാക്കാർ ശ്രമിക്കുന്നത് പോലെ സാങ്കേതികവിദ്യയെ തടഞ്ഞു നിർത്താനുള്ള ആ ശ്രമം വിജയിക്കുന്നതല്ല. അവിടെ ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് മാത്രമേ ഒരാൾക്ക് വിജയിക്കാൻ കഴിയൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നന്ദി.